ഓക്കെ. നമ്മളുടെ ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പൊ ആദ്യമായിട്ട് ഇതിൽ നമ്മൾ മലയാളം വേർഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇംഗ്ലീഷ് മലയാളം നമ്മൾ കാണാൻ പറ്റും. അതായത് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം മലയാളത്തിലേക്ക് കൺവേർട്ട് ആവുന്ന രൂപത്തിൽ, എല്ലാ ഭാഗങ്ങളിലും ചിലത് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പരമാവധി ഫിക്സ് ചെയ്യാൻ നോക്കാം. പിന്നെ പ്രാഥമികമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മുൻകൂർ ജാമ്യങ്ങൾ കുറച്ചുണ്ട്. അത് ഏതായാലും ഒന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് പറയാൻ ഇൻഷാല്ലാ. ഓക്കെ. നമ്മൾ പ്രാഥമികമായി എടുക്കുന്ന മുൻകൂർ ജാമ്യങ്ങൾ ഒന്ന്, ഒരു മിനിറ്റ്. ഓക്കെ. ഒന്ന്, ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ്ഡ് ആണ്. ഇതില് പിന്നെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് എക്സൽ ഗുരു ആണ്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ എക്സൽ ഗുരുവിന്റെ ബ്രാൻഡിങ് ഉണ്ടെന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരുവിധ ഇതുമില്ല. അതായത് നമ്മളിത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ആർക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് യാതൊരു ചെലവില്ല. ബാക്ക് എൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫയർ ബേസ് ആണ്. ഈ കാണുന്ന ഫയർ ബേസ് ആണ്. ഓക്കെ, ഫയർ ബേസ്. ഓക്കെ. ഈ ഫയർ ബേസിൽ ഇപ്പൊ ഈ ഒരു V9 ടൂലാണ് ഇത് റൺ ആവുന്നത്. ഫയർ ബേസ് എന്ന് പറഞ്ഞാൽ അത് ഗൂഗിളിന്റെ ഒരു പിന്നെ വെബ് ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഒക്കെ ഹോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഫയർ ബേസ്. ആ ഫയർ ബേസിൽ ഫ്രീ ആയിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ റൺ ആവുന്നത്. ഫ്രീ ആയിട്ടുള്ള പ്ലാൻ റൺ ആവുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഫ്രീയും അതുപോലെ തന്നെ പെയ്ഡിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് എന്ത് വരും, ഒരുപാട് എഡിറ്റിംഗ്, ഒരുപാട് റീഡ് ആൻഡ് റൈറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ റീഡ് ആൻഡ് റൈറ്റ്സ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ലിമിറ്റ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റീഡ് ആൻഡ് റൈറ്റ്സ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഫെസ്റ്റ് നടത്താൻ ഒരുപാട് റീഡ് ആൻഡ് റൈറ്റ്സ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മളൊരു പക്ഷെ മറ്റു പ്ലാനിലേക്ക് മാറേണ്ടി വരും. അതായത് ചെറിയൊരു ഫെസ്റ്റ് നടത്താൻ, നമ്മൾ മദ്രസയിൽ ചെറിയ ഫെസ്റ്റ് നടത്താൻ ഈ ഒരു ഫ്രീ വെർഷൻ മതിയാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ രൂപത്തിലുള്ള, അതായത് റീഡ് റൈറ്റ്സ് കുറഞ്ഞിട്ടുള്ള, ഡെയിലി ലിമിറ്റ്സ് കുറഞ്ഞിട്ടുള്ളതൊക്കെ നടത്താൻ ഫ്രീ വെർഷൻ മതിയാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ളത്, നമ്മൾ ഇത് പിന്നെ ഫ്രീ ആയിട്ട് നൽകുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് ഒരു പിന്നെ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇതൊരു എന്താണ്, ഒരു ടെക്നിക്കൽ സ്പീക്കിംഗ് ആണ്. അതായത് ഇത് എന്തെങ്കിലും ക്രാഷ് ആയി പോവുകയോ എന്തെങ്കിലും സംഭവിച്ചു പോവുകയോ ചെയ്താൽ നമ്മൾ ഇതിന് ഉത്തരവാദികളല്ല. കാരണം ഇത് നമ്മൾ ഓപ്പൺ സോഴ്സ്ഡ് ആയിട്ട് യാതൊരുവിധ ലാഭേച്ഛ ഇല്ലാതെ ചെയ്യുന്ന ഒരു സേവനത്തിന്റെ ഭാഗമാണ്. ഇതിപ്പോ ഞാൻ മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഉസ്താദ്മാരും ഒരുപാട് പിന്നെ ആളുകൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പിന്നെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇത് ഇപ്പം സ്വാഭാവികമായിട്ട് മീരാജ് ഫെസ്റ്റ് അടുത്തുള്ളത് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, സ്വാഭാവികമായിട്ടും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ബഗ്സ് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ റിസ്ക് നിങ്ങൾ റൺ ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല എന്നല്ല, നമ്മൾ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യം വളരെ പിന്നെ നിങ്ങൾ ശ്രദ്ധയിലുണ്ടായിരിക്കണം. അപ്പോ പിന്നെ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഇത്തരം ടൂളുകൾ അവൈലബിൾ ആണ്. ഫസ്റ്റ് റൺ ചെയ്യാൻ പറ്റിയ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ടൂളുകളിൽ പിന്നെ നിന്നും നമ്മൾ വ്യത്യസ്തമാകുന്നത് നമുക്കത് സപ്പോർട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അത്തരം പെയ്ഡ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാൽ റെസ്പോൺസിബിൾ ആണ്. കാരണം ആ റെസ്പോൺസിബിലിറ്റിക്കും അതുപോലെ തന്നെ ആ ടൂളിനും നമ്മൾ പിന്നെ പൈസ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് അത്ര റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഏറ്റെടുക്കാനുള്ള സാഹചര്യം സാധ്യത ഇല്ല എന്നുള്ളത് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്ന് ഞാൻ മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമോജി അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല. ഓക്കെ ഓക്കെ ഇൻഷാല്ല. ഏതായാലും നമ്മൾ പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ എക്സൽ ഗുരു ടെസ്റ്റിന്റെ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസ്. അപ്പൊ ഇത് നമുക്കൊരു ആപ്ലിക്കേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് വെബ്സൈറ്റിലാണ് കിടക്കുന്നത്, വെബ് ആപ്ലിക്കേഷൻ ആണ്. അതിൽ ഒരുപാട് പേര് പിന്നെ സംശയിക്കുന്നുണ്ട് ഇത് മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ. മൊബൈലിൽ നിർമ്മിക്കാൻ പറ്റും. അതായത് ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രാരംഭികമായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതായത് സെറ്റപ്പ് ചെയ്യുന്ന ഭാഗം അത് മൊബൈലിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടുതൽ ആളുകൾ മൊബൈലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പിന്നെ മൊബൈലിൽ ചെയ്യാൻ പറ്റും. അതുപോലെ മൊബൈലും ഡെസ്ക്ടോപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഇതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഞാൻ ആപ്ലിക്കേഷനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഡെസ്ക്ടോപ്പ് ആകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഒരു ആപ്പായി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി മൊബൈലാണെങ്കിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും. മൊബൈലും അതേ സെയിം ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ആപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പൊ നമുക്കിതൊരു ആപ്പായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഓക്കെ അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വന്നാൽ കാണാൻ പറ്റും, ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. ഓക്കെ, എക്സൽ ഗുരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ആപ്പായിട്ട് ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിനകത്തൊന്നുമില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഈ ഒരു ലിങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തു, ഫയർ ബേസിന്റെ സെർവർ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ സെർവറിൽ ഞാനിത് പബ്ലിക് ആക്കിയത് കൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുകയും ഓപ്പൺ ആക്കുകയും ചെയ്തുകൊണ്ട് അത് പിന്നെ ഡെയിലി ലിമിറ്റ് കഴിഞ്ഞു, അത് ഉണ്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു സെർവർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഗണറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പൈസ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളത് പ്ലാൻ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിന്റെ സെർവർ ചേഞ്ച് ചെയ്തതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സെർവർ അതിന്റെ ബാക്കിൽ ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ, പക്ഷേ ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം സൈൻ ചെയ്യാൻ വേണ്ടത്, അപ്പൊ അതിന് വേണ്ടി സൈൻ ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റർഫേസ് വരുന്നത്. ഇവിടെ പിന്നെ റിസൾട്ട്സ്, ഷെഡ്യൂൾ, ലുക്കപ്പ് ഓപ്ഷൻ ഉണ്ട്. റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്ത റിസൾട്ട് ആണ്, അപ്പൊ ഒന്നുമില്ല. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂളാണ്. ഓക്കെ, ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റ്സ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഒരു വിദ്യാർത്ഥി ഒരു പാർട്ടിസിപ്പന്റിനെ സെർച്ച് ചെയ്യാനുള്ള പേരോ പിന്നെ ചെസ് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ പേര്, വിവരങ്ങൾ, അവർക്ക് കിട്ടിയ മാർക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, ഇവിടെ വന്നാൽ നമുക്ക് റിസൾട്ട്സ് ആൻഡ് ലീഡർ ബോർഡ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഫൈൻഡ് എ പാർട്ടിസിപ്പന്റ്, ഷെഡ്യൂൾ, ബിഗ് സ്ക്രീൻ മോഡ്. ബിഗ് സ്ക്രീൻ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു റിസൾട്ട് ആയിട്ട് ബിഗ് ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇത് ഓൺ ആക്കിയിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസൾട്ട്സുകളൊക്കെ സ്ക്രീനിൽ റൺ ആയിക്കൊണ്ടേയിരിക്കും, റീസെന്റ് റിസൾട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനിത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ബാക്ക് കൊടുക്കാം. ഓക്കെ, ബാക്ക് പോയി ലോഗിൻ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു എക്സൽ ഗുരു ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ 5 റോളുകളാണുള്ളത്. ശ്രദ്ധിക്കുക, ഈ 5 ഓപ്ഷൻ മാത്രമാണ് നമ്മുടെ റോൾ. 5 പേരാണ്, 6 പേര്, 5 പേര് പ്ലസ് പബ്ലിക് കോമൺ, ഈ 6 ഓപ്ഷൻ ആണുള്ളത്. അപ്പൊ അഡ്മിനാണ് ഈ ഒരു പിന്നെ ആപ്ലിക്കേഷനിലെ എല്ലാവിധ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അഡ്മിന് ചില വിഷയങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനാണ് കോഡ്മിൻ ഉള്ളത്, എല്ലാ വിഷയങ്ങളും ഇല്ല. ജഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അഡ്മിൻ നിശ്ചയിച്ചു കൊടുക്കുന്ന പരിപാടികൾക്ക് മാർക്കിടലാണ് ജഡ്ജിന്റെ ഉത്തരവാദിത്തം. ഹൗസ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഹൗസിന്റെ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യുക, അതുപോലെ രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവരുടെ അപ്പീല്, സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനാണ് ഹൗസ് മാനേജർ. സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് മാനേജർ ഉത്തരവാദിത്തം കോർഡിനേറ്റർ അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടി മാത്രമാണ് സ്റ്റേജ് മാനേജർക്ക് ഉള്ളത്. അത് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്റ്റേജിലേക്ക് ഈ സ്റ്റേജ് മാനേജർ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ അഡ്മിന്റെ പാസ്വേഡ് അടിച്ചിട്ട് കയറാണ്. ഓക്കെ, അപ്പോൾ വേറെ ഇതിൽ അഡ്മിൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ഉണ്ട്, ഫസ്റ്റ് സെറ്റപ്പ് ഉണ്ട്. അത് നമ്മൾ പിന്നെ നാളെ നടക്കുന്ന ഇൻഷാല്ലാ നമ്മുടെ ഇത് സെറ്റപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഇതിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ ഇംഗ്ലീഷിന് ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇത് പിന്നെ മലയാളം അത്ര ബെറ്റർ അല്ല, നമുക്ക് ബെറ്റർ ആക്കാൻ നോക്കാം. ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുക. എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഈ വീഡിയോ റെഫർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാം. അതിനു വേണ്ടി പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ട്രാൻസ്ലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ഇതിൽ ആദ്യം തന്നെ സെറ്റിംഗ്സ് എടുക്കും. നമുക്ക് സെറ്റിംഗ്സിലേക്കാണ് പോകേണ്ടത്. സെറ്റിംഗ്സ് എടുത്താൽ ഇത്ര ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം. ഓക്കെ, ആ ഫസ്റ്റ് നെയിം ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സബ് ടൈറ്റിൽ കൊടുക്കുക. സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ താഴെ എന്താ എഴുതി കൊടുക്കണമെന്ന് കൊടുക്കുക. അപ്പൊ സബ് ടൈറ്റിൽ കൊടുത്താൽ ഈ സ്ഥാപനത്തിന്റെ പേര് കാണൂല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സബ് ടൈറ്റിലിന്റെ കൂടെ എന്ത് ചെയ്യാം, ഉദാഹരണം പറഞ്ഞാൽ എക്സൽ ഗുരു ഫസ്റ്റ് എന്താണ് 2026 എന്താണ് എക്സൽ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ കൊടുക്കും. ഓക്കെ, നമ്മൾ ഇവിടെ കൊടുത്താൽ അത് അവിടെ അപ്ഡേറ്റ് ആവും. എക്സൽ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട്
ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് സംശയങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ. ഇത് ഒരു വൺ വേ ടോക്ക് ആവരുത്. ഓക്കെ, അതായത് ഇത് പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഒരുപാട് ഇതിപ്പം ഒരു 4-5 തവണ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതിന്റെ ടീമുകൾക്കും മറ്റുമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരിക്കൽ പറഞ്ഞു പോകും. സ്വാഭാവികമായിട്ടും നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കണം. കാരണം ഈ ഒരു വീഡിയോ മാത്രമാണ് ഇനി വരാവുന്ന എല്ലാ ആളുകളും, ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും കാണാനുള്ള വീഡിയോ ഇത് മാത്രമാണ്. ഓക്കെ, ആ രൂപത്തിൽ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഇത് കൊടുത്തു. പിന്നെ എന്താണ്, മാക്സിമം സ്കോർ എ ജഡ്ജ് ക്യാൻ ഗിവ്, ഒരു ജഡ്ജിന് നൽകാൻ സാധിക്കുന്ന മാക്സിമം സ്കോർ. അതായത് ജഡ്ജ് എത്രയാണ് മാർക്ക് ഉണ്ട് ഔട്ട് ഓഫ് 100. ഓക്കെ, നിങ്ങൾ 100 മാറ്റാം, 100 മാറ്റാം. ഓക്കെ, ഫസ്റ്റ് മാനുവൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് മാനുവൽ അതായത് അല്ലെങ്കിൽ അതിന്റെ നിയമാവലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ പബ്ലിക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല, ഇത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യാം. ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് എല്ലാവർക്കും ഓപ്പൺ ആക്കാൻ പറ്റും. അതിനെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ആക്സസ് ടു എവരി വൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുക. ആ ലിങ്ക് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് മാനുവൽ എന്നുള്ളത് എന്താ കൊടുക്കേണ്ടത്, നമുക്ക് ബട്ടണിന് ലാബിലാണ് ചോദിക്കുന്നത്. ഈ ഈ ബട്ടണിന്റെ പുറത്ത് എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്, അത് എന്താണ് വേണ്ടത് കൊടുക്കുക. ഓക്കെ, ഈ ടെർമിനോളജി, അതായത് പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, പിന്നെ എക്സൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ടേമുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവന്റ്സ് ആണ്. പരിപാടികൾക്ക് നമ്മൾ വിളിക്കുന്ന പേര് ഇവന്റ്സ് ആണ്. ഓക്കെ, പരിപാടി സാധാരണ നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഐറ്റം എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് പേര് വിളിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ ഉപയോഗിക്കുന്ന ടേം ഇവന്റ്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാണാൻ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ഹൗസ്. അപ്പൊ അതിൽ ടീം എന്ന് ഉപയോഗിക്കാറുണ്ട്, ഗ്രൂപ്പ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങളാണെന്നുണ്ടെങ്കിൽ കോളേജ് എന്ന് ഉപയോഗിക്കും. ഇന്റർ സോണൊക്കെ ആണെങ്കിൽ സോൺ എന്നൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമ്മളെ സിസ്റ്റം ഉപയോഗിക്കുന്ന ഹൗസ് ആണ്. ഹൗസിന്റെ വിഷയത്തിൽ നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ പാർട്ടിസിപ്പന്റ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടേം. പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ സ്റ്റുഡന്റ്, പലപ്പോഴും സ്കൂളും കോളേജാണ് മത്സരങ്ങൾ, സ്റ്റുഡന്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് എന്ന് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പലതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ കാര്യം ഓർമ്മയിൽ ഉണ്ടാവുക. ഓക്കെ, നമ്മളെപ്പോഴും ഈ ഒരു ടേമാണ് ഉപയോഗിക്കുക. ഇതിൽ തന്നെ നമുക്ക് ഈ സോണൽ മത്സരങ്ങൾ അല്ലെങ്കിൽ ഇന്റർ കോളേജ് മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്റർ സ്കൂൾ മത്സരങ്ങൾ വരുന്ന സമയത്ത് ഒരു ഹൗസ് എന്നുള്ള പ്രയോഗം അവിടെ ആപ്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ആ ടെർമിനോളജി മാറ്റാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹൗസസ് എന്നുള്ളതിന് പകരം സോൺസ് എന്നോ കോളേജസ് എന്നോ ഒക്കെ കൊടുക്കാനുള്ള അവസരമുണ്ട്. അത് നമ്മൾ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ശ്രദ്ധിക്കാനുള്ള പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൗസ് നമ്മൾ മാറ്റിയാൽ അത് പിന്നെ പുറത്ത് കാണുന്നിടത്ത് മാത്രമേ മാറുള്ളൂ. ഇതിന്റെ ഇന്റേണലി ഇത് ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് മൊത്തം എന്തായിരിക്കും, അത് പിന്നെ ഹൗസ് തന്നെ ആയിരിക്കും. പക്ഷെ പുറത്ത് കാണുന്ന സമയത്ത് കോളേജ് എന്നായിരിക്കും. ഓക്കെ, എന്ന് മനസ്സിലാക്കുക. ഇനി ഫസ്റ്റ് ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ലോഗോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഞാൻ ചാറ്റ് ലോഗോ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ചാറ്റ് ഓക്കെ, ഓക്കെ ഓക്കെ, ഇവിടെ ലോഗോ ഉണ്ടാക്കിയിരുന്നു. ഇതൊരു PNG ആണ്. ഇത്ര PNG-കളോ അല്ലെങ്കിൽ JPG ഒന്നും അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ലോഗോ കൊടുക്കാം. ലോഗോ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, സൈസ് തീരുമാനിക്കാം, മീഡിയം ആണോ എന്താണ് വേണ്ടത്. ഞാൻ ലാർജോ എക്സ്ട്രാ ലാർജ് എന്താണ് കൊടുക്കാം. ഷോ ദ ലോഗോ ഇൻസ്റ്റെഡ് ഓഫ് ദ ഫസ്റ്റ് നെയിം ആണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തു. അപ്പൊ അതൊക്കെ ചെയ്തു. ഇത് സേവ് ചെയ്യണം കേട്ടോ, ഞാൻ പറഞ്ഞു പോവാണ്. അവസാനം സേവ് ചെയ്യാം. ഓക്കെ, റീഫ്രഷ് ചെയ്താൽ അതൊക്കെ പോയി പോകും. സേവ് ചെയ്യണം കേട്ടോ. ഇനി ഗ്രേഡ്സ് എടുക്കണം. ഗ്രേഡ്സിൽ നമുക്ക് ABC 3 ഗ്രേഡ് ഉണ്ട്.
അതിന് ശതമാനം ചോദിക്കണം. സ്വാഭാവികമായിട്ട് ശതമാനം ബേസിലാണ് നമ്മൾ ഗ്രേഡ് കൊടുക്കല്. അതായത് 100-ലാണ് മാർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്രയിലാണെങ്കിൽ 50-ലാണെങ്കിൽ 100-ലേക്കാണ് നമ്മൾ ശതമാനത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഇത്ര ശതമാനം ഡേ അത് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അഡീഷണൽ ഗ്രേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ A+ഓ Dയോ ഗ്രേഡ് കൊടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേഡ് അതായത് സിയുടെയും താഴെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ വിളിക്കുന്നത്, വിത്തൗട്ട് ആണ്, നോർമലി വിത്തൗട്ട് ആണ് കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ വിൻഡോ അതായത് പിന്നെ ഈ ടീമുകൾക്ക് ഹൗസുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം എന്ന് മുതൽ എന്ന് വരെയാണ്, അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് ചില മത്സരങ്ങൾക്ക് നേരത്തെയും ചില മത്സരങ്ങൾക്ക് വൈകിയും, അതായത് മൊത്തത്തിലുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് ഇതായിരിക്കും. ചില മത്സരങ്ങൾക്ക് മാത്രം അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇവന്റിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ഇനി അസൈൻ ദ കാറ്റഗറി ഓട്ടോമാറ്റിക്കലി, അതായത് ഓട്ടോമാറ്റിക്കലി ആണ് കാറ്റഗറി ആഡ് ചെയ്യുന്നത്, മാനുവലി ആണെന്നുള്ളതാണ്. ബൈ ഡിഫോൾട്ട് നമ്മൾ ചൂസ് കാറ്റഗറി ബൈ ഹാൻഡ്, നമ്മളാണ് കാറ്റഗറി തീരുമാനിക്കുന്നത്. ഇത് എന്ത് ഓപ്ഷൻ ഉണ്ട്, ഫ്രം ദ ക്ലാസ് ഓർ ഗ്രേഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് ക്ലാസ് വെച്ചിട്ട്, അത് 1-ാം ക്ലാസ് ആണെങ്കിൽ സബ് ജൂനിയർ, 2-ാം ക്ലാസ് ആണെങ്കിൽ ജൂനിയർ, ആ ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് അടിസ്ഥാനത്തിലുണ്ട്. അതിൽ ബോത്ത്, ഫ്രം ബോത്ത്, അതായത് രണ്ടും കൂടെ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കാര്യമൊന്നുമില്ല, ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. അതായത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ ക്ലാഷ് ആകുമ്പോൾ ഏത് വിൻ ചെയ്യണം, രണ്ടും കൂടി ആകുമ്പോൾ ചില ക്ലാഷുകൾ സംഭവിക്കും. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് വിൻ ചെയ്യണം, ക്ലാസ് വിൻ ചെയ്യണം എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ ബൈ ഡിഫോൾട്ട് ഓഫ് കൊടുക്കുന്നു. പിന്നെ ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എന്തുകൂടെ ആഡ് ചെയ്യേണ്ടി വരും, ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ നമ്മൾ കുട്ടികളെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഹൗസ് മാനേജേഴ്സ് മേ ആഡ് ദെയർ ഓൺ പാർട്ടിസിപ്പൻസ്. ഹൗസ് മാനേജേഴ്സിനെ അവരുടെ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു പിന്നെ ഒരു ഇന്റർ കോളേജ് മത്സരങ്ങളോ അത്തരം, അതായത് ഒരു കോളേജിന്റെ അകത്ത് നടക്കുന്ന മത്സരങ്ങൾ ഇത് ആവശ്യമില്ല, അല്ലെങ്കിൽ കോളേജോ സ്കൂളുകളോ മദ്രസകളോ അകത്തിറങ്ങി വരേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ ഒരു ഫെസ്റ്റ് നടത്താണ്, അതിൽ ടീമുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട്, അപ്പോഴേക്കാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യാതിരിക്കണം ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഉള്ള ഡേറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ചോദ്യമുണ്ട്, ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, രജിസ്ട്രേഷൻ ഓൺ എ ഹൗസ് ബിഹാഫ്. അതായത് ഒരു ഹൗസിൽ സാധാരണ കുട്ടികളെ പരിപാടിക്ക് അസൈൻ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത് ഹൗസുകളാണ്. അപ്പോ അഡ്മിന് ആ അവസരം വേണമെന്നുള്ളതാണ്. അഡ്മിന് പിന്നെ പാർട്ടിസിപ്പൻസിനെ ഹൗസ്, അതായത് ഒരു ഹൗസിലേക്ക് പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണമെന്നുള്ളതാണ്. ബൈ ഡിഫോൾട്ട് ഇല്ല. പിന്നെ കോ അഡ്മിന് വേണം, രണ്ട് ആൾക്കാരുണ്ട്, വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ പിന്നെ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആകുന്നതിന് മുമ്പ്, അതായത് നമ്മളിപ്പോ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടില്ല അല്ലെ, ഡേറ്റ് കൊടുത്തിട്ടില്ല. ഈ ഡേറ്റ് പിന്നെ കൊടുത്തതിന് ശേഷം, അതായത് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ശ്രദ്ധിക്കാം, ഈ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷമാണ് ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര് അപ്രൂവൽ വേണം, ഈ ഹൗസ് മാനേജർ അപ്രൂവൽ വേണം. ഓക്കെ, അതായത് ഇതുവരെ അല്ലാതെ പുതിയ നിയമം വരികയാണ്, എന്ത്, അഡ്മിനും വേണമെങ്കിൽ ഒരു ഹൗസിൽ ഒരു പരിപാടി കുട്ടീനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നാൽ അത് ഹൗസ് മാനേജർക്ക് വെല്ലുവിളിയാണ്, ഹൗസ് മാനേജർ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഹൗസ് മാനേജർക്ക് അങ്ങനെ പിന്നെ അപ്രൂവ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സെറ്റിംഗ്സ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി വിസിബിലിറ്റി, അതായത് ബ്ലൈൻഡ് ജഡ്ജിങ് വേണമെന്നുള്ളതാണ്. ബ്ലൈൻഡ് ജഡ്ജിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹലോ ആളുണ്ടോ? ഓക്കെ ഓക്കെ, ആരും ചോദിക്കുന്നില്ലല്ലോ, ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കട്ടോ. വിസിബിലിറ്റി നോക്കാം. ബ്ലൈൻഡ് ജഡ്ജിങ് എന്ന് പറഞ്ഞാല് എന്താണ്, ഈ ഒരു പിന്നെ സാധാരണ എല്ലാ മത്സരങ്ങളും ജഡ്ജ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ പേരും വിവരങ്ങളും കാണാൻ പാടില്ല, കോളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് ബ്ലൈൻഡ് ജഡ്ജി ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ചില മത്സരങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മാറ്റി കൊടുക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ബ്ലൈൻഡ് ജഡ്ജിങ് ബൈ ഡിഫോൾട്ട് കൊടുക്കുക, അത് ചിലതിന് മാത്രമാണ് മാറ്റി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഷെഡ്യൂൾ വിസിബിൾ ടു പബ്ലിക് ഷെഡ്യൂൾ കാണണോ വേണ്ടേ. കോണ്ടാക്ട് പേജ് വിസിബിൾ പബ്ലിക്, അതായത് നമ്മൾ പിന്നെ കുറച്ച് കോണ്ടാക്ട്സ് കാണിക്കുന്നു, അതായത് സ്റ്റേജ് നമ്മുടെ അഡ്മിന്, അതുപോലെ തന്നെ ഹൗസ് മാനേജേഴ്സ്, അവരുടെയൊക്കെ പിന്നെ കോണ്ടാക്ട് നമ്പർ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പബ്ലിക്കിന് കാണണോ വേണ്ട ഓപ്ഷൻ ആണ്. മെസ്സേജിങ് ബിറ്റ്വീൻ അക്കൗണ്ട്സ് എന്നുള്ള വളരെ വലിയ ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് പിന്നെ എന്താണ്, ഇത് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ അഡ്മിന് ചാറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക,
അഡ്മിന് മാത്രമേ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തുടങ്ങി കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യും. അതായത് അഡ്മിന് ഒന്നുകിൽ പിന്നെ ഇതിനകത്തുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസ് വ്യക്തിയല്ല ഇവിടെ നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ വ്യക്തികളായി കണക്കാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കോ അഡ്മിന്, അതുപോലെ തന്നെ ഹൗസ് മാനേജർ, ജഡ്ജ്, സ്റ്റേജ് മാനേജർ, ഈ ആളുകളാണ് പിന്നെ അഡ്മിൻ. ഇവർക്ക് തമ്മിൽ ചാറ്റ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പൊ ഒന്നുകിൽ അവരുടെ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ അവരെ ചെറുത ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും അഡ്മിന്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മെസ്സേജ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ ഒരു ഓപ്ഷൻ പിന്നെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം ഇത് ഉപയോഗിച്ച് നമ്മുടെ ഒരുപാട് പിന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മളുടെ ലിമിറ്റ് തീരാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുന്നതാണ്. പിന്നെ എൻട്രി റിക്വയർമെന്റ്, അതായത് ഹൗ റിസൾട്ട്സ് ആർ ഡിസൈഡഡ്, റിസൾട്ട് എങ്ങനെയാണ് തീരുമാനിക്കണം എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ എവരി ഇവന്റ് സ്കോർഡ് ബൈ ജഡ്ജ് 100 മാർക്ക് ഇടുക. 100 വെച്ച് നമ്മൾ നേരത്തെ മേലെ കൊടുത്ത നമ്പറിൽ. അല്ലെങ്കിൽ എവരി ഇവന്റ് ഹാസ് ഇറ്റ്സ് പ്ലേസ്മെന്റ് ഡയറക്ട്ലി, അല്ലെങ്കിൽ എന്താണ് 100 പകരം റാങ്കും ഗ്രേഡും മാത്രം കൊടുക്കുക. ഓക്കെ, റാങ്കും ഗ്രേഡ് മാത്രം കൊടുക്കാനുള്ള ഒരു അവസരം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ കൊടുത്ത ലെറ്റ് ഈച്ച് ഇവന്റ് ചൂസ്, ഓരോ ഇവന്റിനും ചൂസ് ചെയ്യാനുള്ളതാണ്. ബൈ ഡിഫാൾട്ട് എന്തായിരിക്കും അത് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എവരി ഇവന്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി റാങ്ക് ഓൺലി ബൈ ഡിഫാൾട്ട്, അതായത് ഗ്രേഡ് വേണ്ടാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റാങ്ക് ഓൺലി ബൈ ഡിഫാൾട്ട് കൊടുക്കാം. യൂസ് മിനിമം എൻട്രീസ് പെർ ഹൗസ്, ഓരോ പിന്നെ ഹൗസിലും അതായത് ആ ഒരു നിയമം വേണം. അതായത് ഇപ്പൊ ഓരോ മത്സരത്തിനും പിന്നെ ഇത്ര ആളുകൾ പങ്കെടുത്തിരിക്കണം എന്നുള്ള ഒരു നിയമം വേണ്ടതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നമുക്ക് വേണ്ടത് മാത്രം ചൂസ് ചെയ്യാം, സേവ് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്യാണ്. ഓക്കെ ഓക്കെ ഓക്കെ, സേവ് ആകും കൂട്ടാ, സേവ് ആകും. ഓക്കെ, സെറ്റിംഗ് സേവ് ആയി. ഞാൻ ബ്രൈവ് എടുക്കണം. ബ്രൈവ് വേറെ ഇതിൽ ഓപ്പൺ ആക്കാം. ഓക്കെ, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ബ്രൗസർ തുറന്നതാണ്. ഇതിന് ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഓപ്പൺ ആക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ലോഗോ വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും ആയിട്ടില്ല. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് സെറ്റിംഗ്സിലുള്ളത്. ഇനി കാറ്റഗറീസിലേക്ക് പോകാം. നമ്മൾ കാറ്റഗറി ആഡ് ചെയ്യാം. ആദ്യം സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വേണ്ട കാറ്റഗറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഒരു മിനിമം ഫെസ്റ്റിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മദ്രസകൾ നടക്കുന്നത് ഗേൾസ് വേറെ ബോയ്സ് വേറെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സബ് ജൂനിയർ ബോയ്സ് അല്ലെങ്കിൽ കിഡ്സ് ബോയ്സ് കിഡ്സ് ഗേൾസ് അങ്ങനെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ രൂപത്തിൽ കാറ്റഗറി ആഡ് ചെയ്യാം. അതിന് ജൂനിയർ, ഞാൻ 3 കാറ്റഗറി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സീനിയർ. സോർട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഏത് രൂപത്തിലാണ് ഓർഡർ പിന്നെ സോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇത് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. നമ്മളിത് ഒരു ഓട്ടോ അസൈൻ എന്നുള്ള രൂപത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എഡിറ്റ് കൊടുത്താൽ ഇവിടെ പിന്നെ ക്ലാസ്സും ഡേറ്റ് ഓഫ് ബർത്തും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, പോട്ടെ. ഇനി നമ്മൾ ടൈപ്പ് ആൻഡ് ടയറിലേക്ക് പോകാം. ഈ ടൈപ്പ് ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഫീച്ചറാണ്. അതായത് നമ്മൾ മത്സരങ്ങളെ 2 രൂപത്തിലാവും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ടിക്ക് ചെയ്യാണ്. ഓക്കെ, ഇത് ഉപയോഗിക്കണോ വേണ്ടതെന്നാണ്. ജനറലി പല ആളുകളും ഉപയോഗിക്കാറില്ല. കോമൺ കേസിൽ ഇത് ഉപയോഗിക്കുന്ന സാഹചര്യം എന്ന് പറയാം. ഒന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഓരോ മത്സരങ്ങളും അതിന്റെ ഇനം വെച്ചിട്ട് എന്ത് ചെയ്യാം, അതായത് ഐറ്റം ഏത് തരാന്ന് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, വർഗീകരിക്കാൻ പറ്റും. പ്രസംഗ മത്സരം, പാട്ട് മത്സരം, എഴുത്ത് മത്സരം, അതന്നെ കഥാ മത്സരം, ആപ്ത മത്സരം. അപ്പൊ അങ്ങനെ പിന്നെ ഒരു ക്ലാസിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത്തരം പരിപാടികൾ കൂടുതൽ പോയിന്റ് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി അതല്ല, ഇത്തരം പരിപാടികൾ പിന്നെ ലിമിറ്റ് ചെയ്യണം. ഒരാൾക്ക് പാട്ട് 2 എണ്ണേ പറ്റുള്ളൂ അല്ലെങ്കിൽ 3 എണ്ണേ പറ്റുള്ളൂ. അങ്ങനെ ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ടൈപ്പ് ആഡ് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ CSV അപ്ലോഡ്, ഇവന്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് CSV അപ്ലോഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻഷാല്ലാ വഴിയെ പറയാം. അപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓട്ടോമാറ്റിക് അസൈൻ ചെയ്തോളും. ഇനി ടയർ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ആണ്. നേരത്തെ പറഞ്ഞത് അതിന്റെ അത് എന്ത് മത്സരം നോക്കിയാണ് തരംതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ
ഗ്രേഡ് അടിസ്ഥാനപ്പെടുത്തി ഇപ്പൊ പല മത്സരങ്ങളും എന്താണ് ഗ്രേഡ് അടിസ്ഥാനത്തിലുണ്ട്. ഗ്രേഡ് 1 മത്സരങ്ങൾ, ഗ്രേഡ് 2 മത്സരങ്ങൾ, എ കാറ്റഗറി മത്സരങ്ങൾ, ബി കാറ്റഗറി മത്സരങ്ങൾ ഉണ്ടാവും. മൊത്തം മത്സരങ്ങൾ വർഗീകരിക്കും. അങ്ങനെ വരുന്നതിന് ഒരു പിന്നെ അത് എന്തിനാന്ന് ചോദിച്ചാല് പോയിന്റ് വ്യത്യാസം ഉണ്ടാവും ചില സമയത്ത്, അതുപോലെ തന്നെ ലിമിറ്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടയറും ടൈപ്പിലും എന്തെങ്കിലുമൊക്കെ എന്താണ് ഈ ടയർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ തട്ട് അല്ലെങ്കിൽ ലെവല്, അതിന്റെ ഒരു സ്ഥാനം ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു വിഷയത്തിന്റെ സംശയങ്ങളിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത ടാബിലേക്ക് പോവാണ്. പബ്ലിക് ഡിസ്പ്ലേ ഇവിടെ ആഡ് ചെയ്യാം, നമുക്ക് മാനുവലി ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ശേഷം ഇവിടെ ആഡ് ചെയ്യാം. ഗ്രേഡ് 1 ഇതെല്ലാം ആഡ് ചെയ്യാം. ഓൺലി ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആണ്. ഗ്രേഡ് 3. ഓക്കെ, നമ്മൾ 3 ആഡ് ചെയ്തു. ഓ, ടൈപ്പിലാണ് ഗ്രേഡ് ആഡ് ഡിലീറ്റ് ചെയ്യാം. സോറി, ഡിലീറ്റ് മാറിപ്പോയതാണ്. ശ്രദ്ധിക്കും, മാറിപ്പോയത്. ഗ്രേഡ് 1 ടയറിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഗ്രേഡ് 1, ഗ്രേഡ് 2 എങ്ങനെ ആഡ് ചെയ്യാം? ABC ഒക്കെ ആഡ് ചെയ്യാം. ഇനി ഗ്രേഡ് 3 ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ CSC അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആയിക്കോളും. അങ്ങനെ ഓപ്ഷൻ കൂടെ ഉണ്ട്. പബ്ലിക് ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഇവിടെ ഒന്നാമത് എന്താ പറയുക, റാങ്ക് ഷോൺ പബ്ലിക്. നമ്മൾ ഒരു പിന്നെ മത്സരത്തിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിന് എത്ര റാങ്ക് വരെ കാണിക്കണം എന്ന് ചോദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബൈ ഡിഫോൾട്ട് 3 റാങ്കാണ് ഉണ്ടാവാറുള്ളത്. റാങ്ക് നമുക്ക് കൂടുതൽ അവസരമുണ്ട്. അപ്പൊ നമ്മളത് ഒഴിച്ചു വിട്ടാൽ അത് 3 കാണിക്കുക. ഓക്കെ, നമുക്ക് 10 അല്ലെങ്കിൽ 5 റാങ്ക് കാണിക്കണം. അതായത് പിന്നെ 3-ാം സ്ഥാനം കഴിഞ്ഞ് 4-ഓ 5-ഓ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റോസ് ഓൺ സ്റ്റുഡന്റ് ടാലന്റ് ബോർഡ്, നമ്മൾ വിദ്യാർത്ഥികളുടെ കലാപ്രതി അല്ലെങ്കിൽ അവരുടെ ലീഡർ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര വിദ്യാർത്ഥികളെ കാണിക്കണം ചോദിക്കണം. 10 ആണോ എത്ര ചോദിക്കാം. ഞാൻ ഇവിടെ ഒരു 5 ആക്കുകയാണ്. ഓക്കെ, ഇനി പാർട്ടിസിപ്പന്റ് സീ ദയർ ഗ്രേഡ് ഇവന്റ് പ്ലേസ്. അതായത് ഒരു മത്സരാർത്ഥിക്ക് ആ മത്സരാർത്ഥി പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന മത്സരത്തിൽ അതിന് റിസൾട്ട് വരും. റിസൾട്ട് വരുന്ന സമയത്ത് അവന് ഗ്രേഡ് കാണണം വേണ്ടേ? അതായത് എപ്പോ നമ്മള് റാങ്ക് കിട്ടിയ ഗ്രേഡ് കാണും. ഫസ്റ്റ് കിട്ടിയ സെക്കൻഡ് കിട്ടിയത് കാണും. റാങ്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ, റാങ്ക് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ മത്സരാർത്ഥിക്ക് അവന്റെ ഗ്രേഡ് കാണണം വേണ്ടെന്ന് ചോദിക്കുന്നത് സെർച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്ത് അലോ ഫ്രീ ടെക്സ്റ്റ് പബ്ലിക് പബ്ലിഷ്, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന ഒരു അവസരമുണ്ട്. വേണമെങ്കിൽ അതായത് സർട്ടിഫിക്കറ്റിന്റെ ഓപ്ഷൻ ഇതിലുണ്ട്. ആ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമുണ്ട്. അത്തരം സർട്ടിഫിക്കറ്റിൽ ഫ്രീ ടെക്സ്റ്റ് അവർക്ക് തോന്നുന്ന രൂപത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള അവസരം വേണമെന്ന് ചോദിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം സോണ്. ഓക്കെ, ഇത് ഞാൻ മാറ്റുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ കൽക്കട്ട കൊടുക്കാം. ഓക്കെ, കൽക്കട്ട എന്ന് പറഞ്ഞാൽ ഏഷ്യ കൽക്കട്ട, ഇന്ത്യൻ ടൈം UTC. ഓക്കെ, അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ ഈ ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അത് ഇനീഷ്യൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പെട്ടെന്ന് ഇത് മാറ്റി പെട്ടെന്ന് ഒന്ന് കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മളത് ഏഷ്യ കൽക്കട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെസ് നമ്പറിന് ചോദ്യം ചോദിക്കുന്നുണ്ട്. ചെസ് നമ്പർ 3 ഓപ്ഷനുകളുണ്ട് നമുക്ക്. ഒന്ന് പറഞ്ഞാല് ഡിജിറ്റ് ഓൺലി, നമ്പേഴ്സ് മാത്രമുള്ളത്. അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക്കൽ, ആൽഫബറ്റ്സ് ഓൺലി. ആൽഫബറ്റ്സ് ഓൺലി പറഞ്ഞാൽ ലെറ്റേഴ്സ് മാത്രമുള്ളത്. ആൽഫ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്റേഴ്സും നമ്പേഴ്സും കൂടിയതാണ്. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഇതില് പിന്നെ ചെസ് നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിജിറ്റ് ഓൺലി കൊടുത്താൽ, നമ്പർ മാത്രമാണ് കൊടുത്താൽ നമുക്ക് 2 ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അതായത് ഈച്ച് ഹൗസ് ഓൺ എ നമ്പർ റേഞ്ച്, ഓരോ ഹൗസിനും ഒരു നമ്പർ റേഞ്ച് കൊടുക്കുക. അതായത് 100 മുതൽ 200 വരെ, അല്ലെങ്കിൽ 100 മുതൽ 500 വരെ. അങ്ങനെ വേണോ വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ വൺ ഷെയർഡ് സീക്വൻസ് അക്രോസ് ആൾ ഹൗസസ്, അങ്ങനെ വേണ്ട, എല്ലാവർക്കും ഒരു എന്താണ് ഒറ്റ റേഞ്ച്. അതായത് ഈ ചെസ് നമ്പർ നോക്കിയിട്ട് ഹൗസ് മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ ഈ രൂപത്തിന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഈച്ച് ഹൗസ് ഓൺ നമ്പർ റേഞ്ചിന് കൊടുത്താൽ നമുക്ക് അവരുടെ ഹൗസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ റേഞ്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി സേവ് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് എന്ത് ചെയ്യാം, ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെസ് നമ്പർ കൊടുത്തോളും. അത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ചെസ് നമ്പർ കൊടുത്തോളും. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. ഓക്കെ, ഇനി പോയിന്റ്സ് ആൻഡ് ഗ്രേഡ്സിലേക്ക് വരാം. ഒരുപാട് കാര്യം പറയാനുണ്ട് ഇവിടെ.
ആരുമില്ലേ മീറ്റില്? ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. ഈ പ്രേക്ഷകര്, നമ്മുടെ ഓഡിയൻസ് എന്താണ്, ഒരു റിസൾട്ട് കാണിക്കുന്നില്ല. ചോദ്യങ്ങളൊക്കെ വരട്ടെ, അപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ്സ് ആൻഡ് ഗേറ്റ്സിലേക്ക് വരാം. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല, അതായത് പിന്നെ ജസ്റ്റ് ഞാൻ ഒരു എന്താ ടൂൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു സാഹചര്യം വ്യക്തമാക്കാം. അതായത് നമ്മളൊരു പിന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൂൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഈസിയാണ്. അവരുടെ സ്ഥാപനത്തിന്റെയോ അവരുടെ സ്കൂളിന്റെയോ സിസ്റ്റം മാത്രം പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മളൊരു പൊതുവായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരെയും പരിഗണിക്കേണ്ടി വരും. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള, അതല്ലെങ്കിൽ ഒരു ഒരു പ്രൊഡക്റ്റ് ഡിസൈനിന്റെ ഭാഗത്തും ചലഞ്ചിങ് ആണ്. അപ്പം അത് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. റാങ്ക് പോയിന്റ്സ് ബൈ ക്ലാസ്. ഓക്കെ, റാങ്ക് പോയിന്റ്സ് ബൈ ക്ലാസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നോക്കാം. ഓക്കെ ഓക്കെ, ക്ലിയർ. ഓക്കെ, റാങ്ക് പോയിന്റ്സ് ക്ലാസ്, അതായത് നമ്മൾ മത്സരങ്ങൾ 4 ക്ലാസ് ആയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. കാറ്റഗറി എത്രയാണെങ്കിലും 4 ക്ലാസ് ആണ് ഉണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞാൽ കാറ്റഗറി ഇൻഡിവിജ്വല്, 2 കാറ്റഗറി ഗ്രൂപ്പ്, അതായത് സബ് ജൂനിയർ വ്യക്തിഗത മത്സരം, സബ് ജൂനിയർ ഗ്രൂപ്പ് മത്സരം. അതായത് സബ് ജൂനിയർ വ്യക്തിഗത മത്സരം ആകുമ്പോൾ എന്താണ്, പാട്ട്, മാപ്പിളപ്പാട്ട്. സബ് ജൂനിയർ ഗ്രൂപ്പ് മത്സരമുള്ള സമയത്ത് എന്താണ്, സംഘഗാനം. ഓക്കെ ഓക്കെ, അതാണ് കാറ്റഗറി ഗ്രൂപ്പ്. ജനറൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഇല്ലാതെ ആ ഒരു ഹൗസിലുള്ള ആർക്കും പങ്കെടുക്കാവുന്ന മത്സരം ജനറൽ മത്സരം. നമ്മൾ ഉപയോഗിക്കുന്ന ടേം അതാണ്, ജനറൽ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. ജനറൽ ഇൻഡിവിജ്വൽ, പിന്നെ ജനറൽ ഗ്രൂപ്പ്, അടുത്ത ജനറൽ ഗ്രൂപ്പാണ്, അതായത് ഗ്രൂപ്പ് മത്സരം. ഈ 4 ക്ലാസ് ആണ് നമുക്ക് വരിക. ഓക്കെ, അപ്പൊ ഓരോ ക്ലാസ്സും വ്യത്യസ്തമായ പോയിന്റ് സാധാരണ ഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കാണ്. അപ്പം ഓരോ ഇതിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. കാറ്റഗറി ഇൻഡിവിജ്വൽ ഫസ്റ്റിന് 5 പോയിന്റ്, സെക്കൻഡ് 3, തേർഡ് 1. ഓക്കെ, നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആഡ് റാങ്ക് തൊട്ട് 4ാമത്തെ റാങ്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. കാറ്റഗറി ഗ്രൂപ്പ് വന്നാൽ ചേഞ്ച് ചെയ്യുന്നത്. കാറ്റഗറി ഗ്രൂപ്പിൽ നമുക്ക് വേണ്ടത് 10 നമുക്ക് വേണ്ട കൊടുക്കട്ടോ. 5, 3. ഓക്കെ, ജനറൽ ഇൻഡിവിജ്വൽ നമുക്ക് വേണ്ടത് ജനറൽ ഇൻഡിവിജ്വൽ 5, 3. ജനറൽ ഗ്രൂപ്പിൽ നമുക്ക് 15. ഓക്കെ, ആഡ് ചെയ്യണം. 15, 10, 5. ഓക്കെ, ഇനി ഗ്രേഡിന്റെ പോയിന്റ് ആണ്, അത് ഷെയർഡ് ആണ് ബൈ ഡിഫോൾട്ട്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇതിൽ അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഗ്രേഡ് എന്നുള്ളത് ബൈ ഡിഫോൾട്ട് ഷെയർഡ് ആണ്, അതായത് എല്ലാ മത്സരങ്ങളും ഗ്രേഡിന്റെ പോയിന്റ് 5, 3, 1 എന്നുള്ളത്. അപ്പൊ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗ്രേഡിന്റെ പോയിന്റ് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ സേവ് കൊടുക്കുന്നു. പോയിന്റ് സേവ് ആവട്ടെ, 1 മിനിറ്റ്. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അവാർഡ് പോയിന്റ്സ് ബൈ സ്റ്റേജ് ആൻഡ് അല്ലെ, സ്റ്റേജ് അടിസ്ഥാനത്തിൽ പോയിന്റ് മാറ്റാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതായത് സ്റ്റേജ് മത്സരങ്ങൾക്ക് വേറെ പോയിന്റ്, നോൺ സ്റ്റേജിന് വേറെ പോയിന്റ്. അത് ടിക്ക് ഇട്ടാൽ ഇവിടെ കാണാൻ പറ്റും എന്ത്, സ്റ്റേജിന് എത്ര, നോൺ സ്റ്റേജിന് എത്ര കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ക്ലിയർ വിചാരിക്കുന്നു. ഓക്കെ, ഓൺ സ്റ്റേജ്, ഓഫ് സ്റ്റേജ്. ഇനി ഇവിടെ വന്നാൽ ഇവിടെ കാണാൻ പറ്റും ഓൺ സ്റ്റേജിൽ തന്നെ അവരുടെ ഗ്രേഡ് പോയിന്റ് വ്യത്യസ്തമാണ് കാണാൻ പറ്റും. ഓൺ സ്റ്റേജിന് ഗ്രേഡ് പോയിന്റ്സ് വ്യത്യസ്തമാണ് അല്ലെ. ഗ്രേഡിനെ മാർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓഫ് സ്റ്റേജിന് അങ്ങനത്തെ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ആണത് അവാർഡ് പോയിന്റ്സ് ബൈ ടൈപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസംഗം, പാട്ട് അല്ലേ, അത് അടിസ്ഥാനത്തിൽ. അപ്പൊ ഇവിടെ ടൈപ്പ് നമ്മൾ ആഡ് ചെയ്തോണ്ട് ടൈപ്പ് ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ കാണുന്നല്ലേ, ടൈപ്പ് ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ടൈപ്പ് ആഡ് ചെയ്യാൻ കാണിക്കാൻ മതി. വേണ്ട, പിന്നെ ചെയ്യാം. ടൈപ്പ് കാണിക്കാം. ഓക്കെ, കുറച്ച് ബോറിങ് ക്ലാസ് ആയിരിക്കും ഇത്. എനിവേ അതൊന്നും മിണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ തടസ്സമില്ലാതെ പറയാം. നിങ്ങൾ മിണ്ടുന്ന സംസാരിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം, സംശയങ്ങൾ ചോദിക്കുന്നതാണ്. ഞാൻ ടൈപ്പ് ആഡ് ചെയ്യുന്നു, സ്പീച്ച് ആഡ് കൊടുക്കുന്നു. ഓക്കെ, സേവ് എടുക്കാം. സേവ് ചെയ്യാം ഓപ്ഷൻ അല്ലേ. ഓക്കെ, മൊബൈൽ ഡിസ്പ്ലേയിലേക്ക്, സോറി, പോയിന്റ്സ് ബേസിലേക്ക് വരാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, അവാർഡ്സ് പോയിന്റ്സ് ബൈ ടൈപ്പ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ടൈപ്പ് വന്നത് സ്പീച്ച്. ഇവിടെ സ്പീച്ച് അല്ലെങ്കിൽ അടുത്ത് ഇവിടെ വരും കേട്ടോ,
സ്പീച്ചിന് എത്ര പോയിന്റ് വേണം ചോദിക്കുന്നുണ്ട്. അതിന് ഗ്രേഡ് പോയിന്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി പിന്നെ എന്താണ് അവാർഡ് പോയിന്റ്സ് ബൈ ടയർ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേഡ് ആണ്. നമുക്ക് ടയർ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പോയിന്റ് മാറ്റാം. ബൈ കാറ്റഗറി അത് വേറെ ഓപ്ഷൻ ആണ്. അതായത് ഓരോ കാറ്റഗറി വ്യത്യസ്തമായ പോയിന്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതായത് സബ് ജൂനിയറിന് എത്ര പിന്നെ എത്രയാണ്, സീനിയറിന് കൂടുതലുണ്ട്, ജൂനിയറിന് എത്ര ഇല്ല, അങ്ങനെ ആ രൂപത്തിലും കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ പല ജനറൽ കേസിൽ ഉപയോഗിക്കാത്തതാണ്. അത്തരം പിന്നെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. അടുത്തുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പാർട്ടിസിപ്പന്റ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോ പാർട്ടിസിപ്പന്റ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതിൽ ഡിഫറെന്റ് ലിമിറ്റ്സ് ഫോർ ഈച്ച് കാറ്റഗറി. ഇപ്പോൾ സബ് ജൂനിയർ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പിന്നെ ക്യാപ്പ് നമ്മൾ പറയില്ലേ, ലിമിറ്റിന് ക്യാപ്പ്, അതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ ഇത് ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ് ജൂനിയർ ആവട്ടെ, ജൂനിയർ ആവട്ടെ, സീനിയർ ആവട്ടെ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റ ക്യാപ്പാണ് വരിക, ഒറ്റ ലിമിറ്റാണ് വരിക. അപ്പൊ ഇത് നമ്മൾ ടിക്ക് ചെയ്താൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ലിമിറ്റ് വരും. ഓക്കെ, ഞാൻ ടിക്ക് ചെയ്യുന്നില്ല, അങ്ങനെ പോട്ടെ. അപ്പൊ നമ്മൾ താഴത്തുനിന്ന് തുടങ്ങാം. ഓക്കെ, ജനറൽ ഗ്രൂപ്പ് മത്സരങ്ങൾ, അതായത് എന്താണ് പിന്നെ ഡിബേറ്റ് പോലത്തെ വലിയ ആ ഒരു ഹൗസിലുള്ള ആർക്കും പങ്കെടുക്കാവുന്ന ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് പിന്നെ മാക്സിമം എത്രയാണ് ഒരാൾക്ക് പങ്കെടുക്കാവുന്ന, ഒരു വിദ്യാർത്ഥി പങ്കെടുക്കാൻ പറ്റും, മിനിമം എത്ര. ഓക്കെ, ഞാൻ ഇവിടെ 3 കൊടുക്കുന്നു, മിനിമം കൊടുക്കുന്നില്ല. അപ്പൊ സ്പ്ലിറ്റ് ബൈ സ്റ്റേജ് ഓപ്ഷൻ ഉണ്ട്. ഈ മത്സരം തന്നെ പിന്നെ സ്റ്റേജ് ആവും, നോൺ സ്റ്റേജ് ആവും, ഓഫ് സ്റ്റേജ്, ഓൺ സ്റ്റേജ് മത്സരങ്ങളായിരിക്കും. എങ്ങനെ ഇപ്പം ഉദാഹരണം ഡിബേറ്റ് സ്റ്റേജ് മത്സരം, ന്യൂസ് പേപ്പർ മേക്കിംഗ് ഓഫ് സ്റ്റേജ് ആണ്, ആ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സ്പ്ലിറ്റ് ബൈ സ്റ്റേജ് അടിസ്ഥാനത്തിൽ ക്യാപ്പ് കൊടുക്കണേ അങ്ങനെ കൊടുക്കാം, ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ കൊടുക്കാം. ജനറൽ ഇൻഡിവിജ്വൽ സ്പ്ലിറ്റ് ബൈ സ്റ്റേജ് കൊടുക്കുന്നു. അതായത് ജനറൽ ഇൻഡിവിജ്വൽ മത്സരം ഉണ്ടാവും, അത് ഓൺ സ്റ്റേജ് മാക്സിമം 3, ഓഫ് സ്റ്റേജ് മാക്സിമം 3. ഓക്കെ, ഇനി താഴെ ഓപ്ഷൻ ഉണ്ട് കമ്പൈൻഡ് മാക്സിമം, കമ്പൈൻഡ് മിനിമം. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്, ഒരാൾക്ക് സ്റ്റേജിൽ മാക്സിമം ജനറൽ ഇൻഡിവിജ്വലിൽ 3 പങ്കെടുക്കാൻ പറ്റും, നോൺ സ്റ്റേജിൽ 3 പങ്കെടുക്കും. പക്ഷേ മൊത്തത്തിൽ അവർക്ക് 5 പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും എന്തെങ്കിലും മാക്സിമം പങ്കെടുക്കാവുന്ന അവസരം കളയേണ്ടി വരും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, കമ്പൈൻഡ് മാക്സിമം ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ കാറ്റഗറി ഗ്രൂപ്പ് എടുക്കുന്നു. കാറ്റഗറി ഗ്രൂപ്പ് പറഞ്ഞാൽ സബ് ജൂനിയർ സംഘടന പോലത്തെ മത്സരങ്ങളാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കാറ്റഗറി 3 സ്പ്ലിറ്റ് ബൈ സ്റ്റേജ് കൊടുക്കുന്നില്ല, വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി കാറ്റഗറി ഇൻഡിവിജ്വൽ സ്പ്ലിറ്റ് ബൈ സ്റ്റേജ് കൊടുക്കുന്നു. ഒരാൾക്ക് പങ്കെടുക്കാവുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് പങ്കെടുക്കുന്ന മാക്സിമം മത്സരം എന്ന് പറഞ്ഞാൽ 5, ഓൺ സ്റ്റേജിൽ 5, ഓഫ് സ്റ്റേജിൽ 5. കമ്പൈൻഡ് ഓപ്ഷൻ കൂടെ ഉണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ ഒരു കാറ്റഗറി 8 പങ്കെടുക്കാൻ പറ്റുള്ളൂ. സ്റ്റേജ് മാക്സിമം 5 പങ്കെടുക്കാം, ഓഫ് സ്റ്റേജ് മാക്സിമം 5 പങ്കെടുക്കാം. പക്ഷെ എങ്ങനെ കൂട്ടിയാലും 8 പരമാവധി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാം, 5, 3 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 4, 4 ഒക്കെ എന്ത് ചെയ്യാം പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് വരികയാണ്. ഇവിടെ ഒരു ഓപ്ഷൻ യൂസ് കമ്പൈൻഡ് ക്യാപ്സ്. ഓക്കെ, അതായത് ഇത് എന്താണ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആൾ ഗ്രൂപ്പ് ഇവന്റ്സ്, ഇപ്പൊ 2 ഗ്രൂപ്പ് മത്സരങ്ങളുണ്ട്. ഒന്നെന്താണ് കാറ്റഗറി ഗ്രൂപ്പാണ്, മറ്റേ ജനറൽ ഗ്രൂപ്പാണ്. ഈ 2 ഗ്രൂപ്പിന് മുമ്പാട് എന്ത് വേണോ, ഒരു ക്യാപ്പ് വേണോ. ഇൻഡിവിജ്വൽ ഐറ്റം, ജനറൽ ഇൻഡിവിജ്വൽ വേറുണ്ട്, കാറ്റഗറി ഇൻഡിവിജ്വൽ വേറുണ്ട്, അതിനൊരു ക്യാപ്പ് വേണം. അതുപോലെ തന്നെ കാറ്റഗറി ഐറ്റംസ്, അതായത് പിന്നെ കാറ്റഗറി ഇൻഡിവിജ്വൽ, കാറ്റഗറി ഗ്രൂപ്പ്, അതിന് ക്യാപ്പ് വേണോ, അങ്ങനെ വേണം ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനത് എനിക്ക് ആവശ്യമില്ല, ഞാൻ അൺടിക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നെ എൻട്രി കൺസ്ട്രെയിൻസിലേക്ക് പോവാണ്. ഓക്കെ, നമുക്കിപ്പം കാണിക്കാൻ കഴിയില്ല, കാരണം ഇതിനെന്ത് വേണം, നമ്മൾ ഇവന്റ് ആഡ് ചെയ്യണം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കാം. പറയൂ. ഒരു മിനിറ്റ്. ഓക്കെ. അതായത് ഈ ഒരു പിന്നെ എന്തെന്ന് പറഞ്ഞാല് ഇപ്പം ചില മത്സരങ്ങൾ, ഉദാഹരണം പറഞ്ഞാല് ഒരു പിന്നെ വ്യക്തിക്ക് എന്താണ് പ്രസംഗ മത്സരം എടുക്കാം. ഒരു ഉദാഹരണത്തിന് ചില നിയമങ്ങൾ അങ്ങനെ ഉണ്ടാവും ചില സ്ഥാപനങ്ങളിൽ. ഒരു പ്രസംഗ മത്സരത്തിൽ മലയാള പ്രസംഗത്തിന്റെ പുറമെ ഒരു പ്രസംഗം മാത്രം പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ 2 പ്രസംഗം പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മലയാളം ഒരു ഇംഗ്ലീഷും പ്രസംഗിക്കണം. എന്നാൽ ഇംഗ്ലീഷും ഉറുദും പ്രസംഗം മത്സരം പറ്റൂല. അത്തരം
കൺസ്ട്രൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു സെറ്റ്, ഈ ഒരു എൻട്രി കൺസ്ട്രൻസ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, ലീഡർ ബോർഡിലേക്ക് വന്നാൽ ഓക്കെ ലീഡർ ബോർഡിലേക്ക് വന്നാൽ ഇവിടെ പിന്നെ എന്തുണ്ട്, സാധാരണ ലീഡർ ബോർഡ് വരിക എന്താണ്, ഒരു കാറ്റഗറി വൈസ് ഉള്ള പിന്നെ കാറ്റഗറി ടോപ്പ് അല്ലെങ്കിൽ മൊത്തം ടോപ്പുള്ള ലീഡർ ബോർഡാണ് വരിക. അപ്പോൾ അവരെന്താണ് ആ കാറ്റഗറി ഇൻഡിവിജ്വൽ മത്സരത്തിന്റെ പോയിന്റാണ് കൂട്ടുക. അപ്പൊ അതിൽ കാറ്റഗറി ഗ്രൂപ്പ് പോയിന്റ്സ് കൂട്ടണോ, ജനറൽ ഇൻഡിവിജ്വൽ കൂട്ടണോ, ജനറൽ ഗ്രൂപ്പ് പോയിന്റ് കൂട്ടണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ കൂട്ടാം, സാധാരണ കൂട്ടാറില്ല. ടൈ ബ്രേക്കർ കൂട്ടണോ, അടുത്ത ചോദ്യം. ടൈ ബ്രേക്കർ വേണം, അതായത് ടൈ ആയാൽ അത് എന്താണ് ടൈ ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ചോദിക്കുന്നത്. കാറ്റഗറി ഗ്രൂപ്പ് ഫസ്റ്റ് ഉപയോഗിക്കും, കാറ്റഗറി ഇൻഡിവിജ്വൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, മാനുവൽ ടൈ റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ബോർഡ് നെയിംസ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ലീഡർ ബോർഡിന് എന്താണ്, സോറി, ഓക്കെ, അതായത് ഹൗസ് ബോർഡ് നെയിം, അതായത് നമ്മൾ ഹൗസിന്റെ റാങ്കിങ് ഉണ്ടാവില്ല. അതായത് നമ്മള് റെഡ് ബ്ലൂ ഗ്രീൻ 4 ടീമുണ്ട്, 3 ടീമുണ്ട്. ഈ 3 ടീമിൽ ഫസ്റ്റ് വരുന്ന ഇതുണ്ടല്ലോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതിന് നമ്മളൊരു ബോർഡ് കൊടുക്കുക, അതായത് ചാമ്പ്യൻസ്. അവിടെ എന്ത് ഹൗസ് റാങ്കിങ്സ്, അവിടെ എന്താ കൊടുക്കുന്നത് ചോദിക്കുന്നുണ്ട്. സ്റ്റുഡന്റ് ടാലന്റ് ബോർഡിൽ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലീഡർ ബോർഡിൽ എന്താണ് അതിന്റെ പേര് എന്താ വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ടോപ്പ് ഹൗസ് മെട്രിക്സ്, ഇവിടെ ഒരു പ്രത്യേക നിയമം കാണിക്കുന്നുണ്ട്, ജസ്റ്റ് കാണിക്കാം. അതായത് ഇത് സാധാരണ നമ്മുടെ പിന്നെ ഒരു മീരാസ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മറ്റു ഫെസ്റ്റിവൽ ഉപയോഗിക്കേണ്ടാത്ത ഒരു നിയമമാണ്, അത് പറഞ്ഞു പോവാണ്. അതായത് ഇപ്പോ നമ്മള് ഒരു ഇന്റർ കോളേജിൽ മത്സരം വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ഇന്റർ സോണൽ മത്സരമാണ്. ആ മത്സരത്തിൽ ചില ടീമുകൾക്ക് ചില കാറ്റഗറി ഉണ്ടാവില്ല. ഉദാഹരണം, നമുക്ക് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറി ഉള്ളത്. ചില ഗ്രൂപ്പുകൾക്ക് ജൂനിയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സീനിയർ ഉണ്ടാവില്ല, സബ് ജൂനിയർ ഉണ്ടാവില്ല. അപ്പൊ അവർ ചില മത്സരങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ടോട്ടൽ നോക്കുന്ന സമയത്ത് ആ ടീമിന് സ്വാഭാവികമായിട്ട് കുറവായിരിക്കും, കാരണം അവർക്ക് എല്ലാ മത്സരം പങ്കെടുക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്ത്, ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് നന്നാവും. ഓക്കെ ഓക്കെ, പ്രശ്നമില്ല. ആ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, പെർസെൻറ്റേജ് അല്ലെ. അതായത് പിന്നെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിന്നെ മാക്സിമം കണ്ടെത്താൻ പറ്റും. അതായത് ആ ടീമിന് പരമാവധി നേടാൻ പറ്റുന്ന സ്കോർ എത്രയാണോ ഹരിക്കണം അവർ നേടിയ സ്കോർ എത്രയാണോ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, തുടർന്ന് വിചാരിക്കുകയാണ്. അത് സാധാരണ ഇപ്പോ പിന്നെ പിന്നെ ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ജനറൽ കേസ് അത് ആവശ്യമില്ല. ഇനി ആവശ്യമുള്ള ആളുകൾ അത് നോക്കി മനസ്സിലാക്കിക്കോളും, അത് ക്ലിയർ ആണ്. അപ്പൊ ചില ടീമിന് എല്ലാ മത്സരം പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അവർക്ക് പങ്കെടുക്കാവുന്ന അല്ലെങ്കിൽ നേടാവുന്ന ടോട്ടൽ പോയിന്റ് അതിനോട് പിന്നെ അവർ നേടിയ പോയിന്റ് ഹരിച്ചതായിരിക്കും കണ്ടെത്തുക. ഓക്കെ, ഇനി കസ്റ്റം ലീഡർ ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ലീഡർ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രതിഭ, എന്താണ് കലാതിലകം, അങ്ങനെ പല സർഗപ്രതിഭ, പല ഓപ്ഷൻസ് ഉണ്ടാവും. ചില മത്സരങ്ങൾ ചില വിഭാഗത്തിൽ ഫസ്റ്റ് എത്തിയാല്, ചില തരം മത്സരങ്ങൾ ഫസ്റ്റ് എത്തിയാല്, പിന്നെ അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയാല്, അങ്ങനത്തെ ഒരു പിന്നെ കസ്റ്റം ലീഡർ ബോർഡ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പീലാണ്. അപ്പീലിന്റെ പിന്നെ അപ്പീൽ വേണോ വേണ്ടോ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ടിക്ക് ചെയ്താൽ മതി. അപ്പീൽ വിൻഡോ, അതായത് ഒരു മത്സരം കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് അപ്പീലിന് സമയം ഉണ്ടാവും എന്ന് ചോദിക്കുന്നത്. എത്ര മിനിറ്റ്, അതായത് ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം എത്ര മിനിറ്റ് വരെ അപ്പീൽ ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ 1000. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു 30 മിനിറ്റ് ആക്കുന്നു. എത്ര അപ്പീൽ ഒരു ടീമിന് പറ്റും ഒരു സമയം. ഓക്കെ, അപ്പൊ ഞാൻ സേവ് ചെയ്യുന്നു, ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി മൈ പാസ്വേഡിലേക്ക് വരാം. നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അഡ്മിന്റെ പാസ്വേഡ് പിന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പാസ്വേഡ് ഉണ്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ. ഒന്ന് ഡിലീറ്റ് എവരിതിങ് പാസ്വേഡ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ അഡ്മിന്റെ പാസ്വേഡ് ഉണ്ട്. അപ്പൊ അഡ്മിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എവരിതിങ് പാസ്വേഡ് അടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഡേഞ്ചർ സോൺ, ഇതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് ഡാറ്റ കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് നമുക്ക് ഇതിനകത്തുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഡിലീറ്റ് എവരിതിങ് ആൻഡ് സ്റ്റാർട്ട് ഓവർ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ അവസാനം ചേഞ്ച് ഡിലീറ്റ് എവരിതിങ് പാസ്വേഡുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഡിലീറ്റ് എവരിതിങ് പിന്നെ അതായത് നമ്മുടെ ഇതിൽ അകത്ത് കയറ്റി എല്ലാ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ആ ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ രജിസ്ട്രേഷൻ മാത്രം ഡിലീറ്റ് ചെയ്യാം, കുട്ടികളെ മാത്രം ഡിലീറ്റ് ചെയ്യാം, ഇവന്റ്സ് മാത്രം ഡിലീറ്റ് ചെയ്യാം, ഷെഡ്യൂൾ മാത്രം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യം സെറ്റിംഗ്സിനകത്ത് പറയാനുള്ളത്. ഇതെന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഏകദേശം പരമാവധി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സംശയങ്ങളിൽ ചോദിക്കാം. സംശയങ്ങളൊന്നുമില്ല, ഒക്കെ ക്ലിയറാ, ക്ലിയർ ആണ്. ഓക്കെ, സംശയം ചോദിച്ചാൽ നമുക്ക് സമാധാനമായിരുന്നു. ആരും സംശയം ചോദിക്കണില്ല, വെറുതെ ഇരിക്കുകയാണെന്നൊന്നും അറിയില്ല. ഓക്കെ ഇല്ലല്ല. ഓക്കെ, ഇൻഷാല്ലാ. ഇതിലിപ്പോ ഭൂരിഭാഗം നമ്മള് മദ്രസിലായതുകൊണ്ടേ നമുക്ക് ഉപകാരമില്ലാത്തതാണ്. ഓക്കെ 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 ഓക്കെ, അവിടെ ക്ലിയർ. തന്നെ ഓക്കെ, ക്ലിയർ ക്ലിയർ. ഇനി നല്ല ഇതാണ്. ഇനി നമ്മൾ ഫസ്റ്റിലേക്ക് പോകും. സെറ്റിംഗ്സ് എടുത്തു. സെറ്റിംഗ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ സെറ്റിംഗ്സ് മാറ്റിയ ആകെ ബുദ്ധിമുട്ടാവും. ഫസ്റ്റ് തുടങ്ങിയതിനു ശേഷം ഫസ്റ്റ് എടുക്കാം. അടുത്ത ഫസ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് എടുത്തു. അപ്പോൾ ഡാഷ്ബോർഡ് കാണിക്കുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല, അതാണ് 0 കാണിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ അടുത്ത് അതിന്റെ മുമ്പ് പീപ്പിൾസ് എടുക്കാം. പീപ്പിൾ എടുക്കുന്നു. പീപ്പിൾ ഈ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യേണ്ട ഇവിടെയാണ്. താഴെ അക്കൗണ്ട്സ് ഉണ്ട്. അക്കൗണ്ട്സിനകത്ത് നമുക്ക് ആദ്യം ഹൗസിനെ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ഹൗസ് കൊടുക്കുന്നു. അത് ഞാൻ റെഡ് ടീമിന്റെ പേര് എടുക്കുന്നു. ഹൗസ് കോഡ് വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമല്ല. ചെസ് നമ്പർ നമുക്ക് റേഞ്ച് കൊടുക്കാം. അതാണ് ഞാൻ 100 മുതൽ 199 വരെ റെഡിന് കൊടുക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പീപ്പിൾ ആൻഡ് കോൺടാക്ട്സ്, ഹൗസ് മാനേജറുടെ പേരും മൊബൈൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ലീഡറുടെ പേരും മൊബൈൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അസിസ്റ്റന്റ് ലീഡറുടെ പേരും മൊബൈൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കുന്നില്ല. ഐഡന്റിറ്റി കളർ, അതായത് നമുക്ക് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് അത് ആദ്യം ഹൗസിലേക്ക് ജസ്റ്റ് കാണിക്കാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു 10 പോയിന്റ് ആഡ് ചെയ്യാം. സോറി, പോയി റെഡ് 100 199 ജസ്റ്റ് കാണാം. അഡ്ജസ്റ്റ്മെന്റ് പോയിന്റ് 10 പോയിന്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ പോയിന്റ് നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ പോയിന്റ് അവിടെ ആഡ് ആവും. ഓക്കെ, അത് ടോട്ടലിലേക്ക് കൂടും ആ പോയിന്റ്. ആ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി എന്താണ്, ടീമിന് കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ക്രസ്റ്റ് ലോഗോ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 1 2 3 പാസ്വേഡ്, 1 2 3 കൊടുക്കാണ് പാസ്വേഡ്. 3 മുതൽ 8 വരെ ക്യാരക്ടർ പറ്റുള്ള പാസ്വേഡ് കേട്ടോ എല്ലാത്തിനും. ഓക്കെ, ഇനി നമ്മൾ സേവ് ക്രിയേറ്റ് കൊടുക്കുന്നു. അത് സേവ് ആയി, റെഡ് ക്രിയേറ്റ് ആയി. ഇനി അതുപോലെ തന്നെ നമുക്ക് 2 ഹൗസുകൾ ക്രിയേറ്റ് ചെയ്യാം. ബ്ലൂ 200 മുതൽ 299, സോറി ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, ഒരു 300, സോറി ഇത് എഡിറ്റ് ചെയ്യാണ്. നമുക്കൊരു 150 കുട്ടികൾ വരും. അപ്പൊ ഞാൻ ഇത് 299 വരെ ആക്കി കൊടുക്കുന്നു. 299 സേവ് കൊടുക്കുന്നു. അടുത്ത ഹൗസ് കൊടുക്കുന്നു. ബ്ലൂ അത് 300 മുതൽ 499 വരെ കൊടുക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് പോയിന്റ് മൈനസ് ഇട്ട് കൊടുക്കാം, -5. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് നോക്കുന്നത്. പിന്നെ പാസ്വേഡ് മാത്രം കൊടുക്കുന്നു. 1 2 3 1 2 3 ക്രിയേറ്റ് ചെയ്യുന്നു. ബ്ലൂ ക്രിയേറ്റ് ആയി. ഈ ഹാഡ് ഹൗസ് റെഡ് ബ്ലൂ കഴിഞ്ഞ് ഗ്രീൻ 400 അല്ല, ഇനിയിപ്പോൾ 500 മുതൽ 699 വരെ കേസ് നമ്പർ. അഡീഷണൽ ഒന്നും കൊടുക്കുന്നില്ല, 0. ഇനി നമുക്ക് പാസ്വേഡ് കൊടുക്കാം. 1 2 3 1 2 3 ക്രിയേറ്റ് കൊടുക്കുന്നു. ഓക്കെ, 3 ടീം ക്രിയേറ്റ് ചെയ്തു, 3 കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഇനി ഇപ്പൊ 3 ക്രിയേറ്റ് ആയി. ഇനി ജസ്റ്റ് ഈ ഇതിലേക്ക് പോയി നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? 3 ടീമായി. അപ്പൊ പോയിന്റുള്ള ഒരു ഹൗസ് മാത്രം. ഒറ്റ മിനിറ്റ്, ഒരു ഹൗസ് മാത്രം കാണുന്നുണ്ട്. ഒന്ന് നോക്കി എന്തായാലും മറ്റു ഹൗസുകൾ കാണുന്നില്ല, ലോഡാവാൻ സമയം എടുത്തോളൂ. ഓക്കെ, എനിവേ
ഓക്കെ, ഒരു ഹൗസ് മാത്രമേ റിഫ്ലക്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, നോക്കാം ഇൻഷാല്ലാ. ഗ്രീൻ അല്ലേ, ഗ്രീന് റെഡ്. ഓക്കെ, ഇനി നമുക്ക് ജഡ്ജസിലേക്ക് വരാം. ജഡ്ജസിലേക്ക് വന്നാൽ നമുക്ക് ജഡ്ജസിനെ ആഡ് ചെയ്യാം. ജഡ്ജസിനെ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൊടുക്കേണ്ട, അവരുടെ പേരും പാസ്വേഡ് മാത്രം കൊടുത്താൽ മതി. ഞാൻ കൊടുക്കുന്നു സൽമാൻ മാസ്റ്റർ, പാസ്വേഡ് 123. നമുക്ക് എത്ര ജഡ്ജസിനെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ 123 എന്നുള്ളത് ഞാൻ ഇതിനൊരു പിന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങോട്ട് 123 കൊടുക്കരുത്, കാരണം മറ്റുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. പിന്നെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കോഅഡ്മിൻ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നു 123 ക്രിയേറ്റ് ആയി. ഇനി സ്റ്റേജ് മാനേജേഴ്സിനെ ആഡ് ചെയ്യാം. സ്റ്റേജ് മാനേജർ ആഡ് സ്റ്റേജ് മാനേജർ മനോജ്. ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേജ് മാനേജർ ഒരു പിന്നെ വെന്യൂലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വെന്യൂ ഇവിടെ തന്നെ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വെന്യൂ ഉണ്ടാക്കിയിട്ടില്ല. ഈ സ്റ്റേജ് മാനേജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അദ്ദേഹത്തെ എന്ത് ചെയ്യാം, ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്. 123 ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാം. പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാൻ വളരെ സിമ്പിളായി നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആഡ് പാർട്ടിസിപ്പൻസ് കൊടുത്തിട്ട് കുട്ടികളുടെ പേരൊക്കെ കൊടുക്കാം, ക്ലാസ്, കാറ്റഗറി. അപ്പോൾ കാറ്റഗറി വരും, ജെൻഡർ വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, നമുക്ക് സമയം നടക്കൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു CSV ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ എന്താവും, നമ്മൾ പിന്നെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആവും. നമ്മൾ ടെംപ്ലേറ്റ് നോക്കാം. നമുക്ക് ഇതാണ് ടെംപ്ലേറ്റ്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികളുടെ പേര് ചെയ്യുക. അപ്പൊ നമ്മൾ നിലവിൽ കുട്ടികളുടെ പേരിന്റെ ജസ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക, ഇത് സേവ് ചെയ്യുക, അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. പിന്നെ ഹൗസും കാറ്റഗറിയൊക്കെ മാറ്റാനുണ്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്ലോസ് ചെയ്യുന്നു. ഞാൻ അത് ചെയ്ത് വെച്ച ഫയലുണ്ട്, അത് എടുക്കുന്നു. ഞാൻ ഇമ്പോർട്ട് CSV കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ഫയൽ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്ത് വെച്ച പാർട്ടിസിപ്പൻസ് CSV ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു, ഇമ്പോർട്ട് കൊടുക്കുന്നു. നമുക്ക് 400 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഞാനിത് പിന്നെ ചെയ്ത ഒരു ഫയലാണ്. ഓക്കെ, നമുക്കല്ലാതെ ഇത് ഇത്ര പാർട്ടിസിപ്പൻസ് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഇതൊരു ഡെമോക്ക് വേണ്ടി ചെയ്ത ഒരു ഫയലാണ്. ഇമ്പോർട്ട് ചെയ്യാണ്. ഇതിൽ ഫോട്ടോ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോന്റെ URL കൂടെ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ അകത്ത് തന്നെ. അതായത് ഈ ഒരു ഫയലിന്റെ അകത്ത് ഈ ഫയൽ കാണിച്ചു തരാം. ഇതാണ് ഈ ഫയല്. ഈ ഫയല് എടുത്താൽ കാണാൻ പറ്റും, ഫോട്ടോയുടെ URL കാണാൻ പറ്റും. നമുക്ക് ഇതുപോലെ പിന്നെ നമ്മുടെ കുട്ടികളെ ഒരു എന്താ പറയാ, ഗൂഗിൾ ഫോം വഴിയൊക്കെ വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പൻസിന്റെ ഫോട്ടോ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ URL നമ്മൾ പബ്ലിക് ആക്കുക. അതായത് ഡ്രൈവിൽ പോയി പബ്ലിക് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ URL ഇവിടെ പേസ്റ്റ് ചെയ്യാം. ആ ഡയറക്റ്റ് കുട്ടികൾ ഫോട്ടോ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് വരാം, എന്തായാലും നോക്കാം. അപ്പൊ ആഡ് ആയിട്ടുണ്ട് അല്ലേ, ഇവിടെയൊക്കെ ഫോട്ടോ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഡമ്മി ഫോട്ടോസ് ആണ്. അപ്പോൾ 450 കുട്ടികൾ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവന്റ്സ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഫെസ്റ്റിലേക്ക് പോകുന്നു. അപ്പൊ പീപ്പിൾസ് കഴിഞ്ഞ് ഫെസ്റ്റിലേക്ക് പോകാം. 450 പാർട്ടിസിപ്പൻസ് ആയി. ഇവന്റ്സും ഹൗസും 3 ഹൗസായി. ഓക്കെ, നമ്മൾ ഇവന്റ്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഇവന്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവന്റിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവന്റ് നെയിം കൊടുക്കാം, ഇവന്റ് കോഡ് കൊടുക്കാം. കോഡ് കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി കോഡ് വന്നോളും. കാറ്റഗറി ക്ലാസ് വയ്ക്കുന്നു. ജസ്റ്റ് ഒരു പരിപാടി ആഡ് ചെയ്ത് കാണിക്കാം. എന്താണ് സ്പീച്ച് മലയാളം. ഓക്കെ, ഇവന്റ് കോഡ് നമുക്ക് കൊടുക്കുന്നില്ല, വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അസൈൻ ആയിക്കോളും. കാറ്റഗറി ക്ലാസ് നമുക്ക് ചൂസ് ചെയ്യാം. ഏതാണ് കാറ്റഗറി, ഇൻഡിവിജ്വൽ ആണോ, കാറ്റഗറി ഗ്രൂപ്പ് ആണോ. കാറ്റഗറി കൊടുത്താൽ നമ്മൾ ഏത് കാറ്റഗറി ചോദിക്കും. ഞാൻ ജനറൽ കൊടുത്താൽ പിന്നെ കാറ്റഗറി ചോദിക്കൂല. കാറ്റഗറി ചൂസ് ചെയ്താൽ ഏത് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, കാറ്റഗറി ചൂസ് ചെയ്യണം. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ ടു മോർ ദാൻ 1 കാറ്റഗറി. 2 കാറ്റഗറി തമ്മിലുള്ള മത്സരമാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ പക്ഷേ മത്സരങ്ങളൊക്കെ എന്താണ്, ബോയ്സും ഗേൾസും വ്യത്യസ്തമാണെന്നുണ്ടെങ്കിലും ഗേൾസ് കളറിങ്, അതുപോലെ തന്നെ ബോയ്സ് കളർ, കിഡീസ് ഗേൾസ് കളറിങ്, കിഡീസ് ബോയ്സ് കളറിങ്, ഒറ്റ മത്സരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ടു മോർ ദാൻ 1 കാറ്റഗറി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ കാറ്റഗറി ആണെന്ന് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നില്ല.
ക്ലോസ് ചെയ്യുന്നു. ഞാൻ കാറ്റഗറി കൊടുക്കുകയാണ്, സബ് ജൂനിയർ കൊടുക്കുന്നു. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അതായത് നിയമങ്ങൾ, നിയമാവലികളൊക്കെ ഉണ്ടാവും മത്സരത്തിന്റെ, അതൊക്കെ ഇവിടെ കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് CSC അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണിക്കാം കേട്ടോ. പിന്നെ സ്റ്റേജ് ചോദിക്കാം. ടൈപ്പ് ടയർ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ കൊടുക്കാം. പോയിന്റ്സ് ഫ്രം പിന്നെ ഇതിലൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് പിന്നെ സാധാരണ മത്സരങ്ങളുടെ പോയിന്റ് ആണ് ഈ മത്സരം ആണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. അല്ല, ഈ മത്സരത്തിന് പ്രത്യേക പോയിന്റ് സാധാരണ പിന്നെ എന്താണ് 5, 3, 1 ഈ മത്സരത്തിന് 10, 5, 8 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കസ്റ്റം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇനി റിസൾട്ട് മോഡ് സ്കോർഡ് ബൈ ജഡ്ജ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. എന്ത് മാറ്റാം? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഇത് ഈ ഇവന്റിന് ഗ്രേഡ് പോയിന്റ് ഉണ്ടോ എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഡിഫോൾട്ട് ആയി കിടക്കുന്നതാണ്. ലീവ് ദിസ് ഇവന്റ് ഔട്ട് ഓഫ് ഓവറോൾ ടോളറൻസ് ലീഡർ ബോർഡ്. ഈ ഒരു മത്സരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓവറോൾ പരിഗണിക്കാത്ത മത്സരം ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. എൻട്രീസ് പെർ ഹൗസ്, ഒരു പിന്നെ ഹൗസ് നിന്ന് എത്ര ആൾക്ക് പങ്കെടുക്കാം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ബ്ലാങ്ക് ആക്കിയിട്ടാൽ മാക്സിമം എത്ര ആൾക്ക് പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം ആക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടൈപ്പ് ചെയ്യണം 3 ആൾക്കാർക്ക് പങ്കെടുക്കാം. അപ്പൊ 3 ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് സെറ്റിംഗ്സിൽ ഒരു മിനിമം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മിനിമം ടിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ മിനിമം കൂടി കാണുമായിരുന്നു കേട്ടോ. മിനിമം ടിക്ക് ചെയ്താൽ മിനിമം കാണാത്തത്. ഇവന്റ് മെറ്റീരിയൽ ഓപ്ഷൻ ഉണ്ട്. ഇവന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു മത്സരം എന്താണ്, സബ് ജൂനിയർ അല്ലെങ്കിൽ സൂപ്പർ സീനിയർ മാപ്പിളപ്പാട്ട് മത്സരം. ഈ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പിന്നെ 9 പാർട്ടിസിപ്പൻസ്, ഒരു ടീമിൽ 3, പിന്നെ 3 ടീം 9 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ 9 പാർട്ടിസിപ്പൻസും എല്ലാവരും പിന്നെ മത്സരത്തിൽ 5 ആൾക്കാരും ഒരേ പാട്ട് പാടിയാൽ ഒരു മത്സരം രസം ഉണ്ടാവില്ല. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണം. അത് ഒഴിവാക്കാനുള്ള മാർഗം എന്താണ്, ഈ അവർ പാടാൻ പോകുന്ന പാട്ട് അല്ലെങ്കിൽ അവർ പ്രസന്റ് ചെയ്യുന്ന ആ പരിപാടി ആദ്യം രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പോ ഒരാൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ അത് അഡ്മിൻ അപ്രൂവ് ചെയ്യണം. അപ്പൊ അഡ്മിൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരാൾ മാത്രമേ ആ പാട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സംഗതി അവതരിപ്പിക്കുള്ളൂ. അപ്പൊ അതിനകത്ത് അങ്ങനത്തെ ഒരു പിന്നെ അതിലുള്ള ചില സ്ഥാപനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പിന്നെ ആ മെറ്റീരിയലിൽ എന്താ പേര് വേണ്ടത്, സോങ് ആണ് സോങ് എന്നോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഓപ്ഷൻ കൊടുക്കാം. അതിന് ഓപ്പൺ ഡേറ്റ്, അത് ആ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന അവസാനിക്കണ ഒരു ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ കൊടുക്കുന്നില്ല. സ്പീച്ചിന് അത് ആവശ്യമില്ല. പിന്നെ രജിസ്ട്രേഷൻ വിൻഡോ ഓവർ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോ ജനറലി ഒരു പിന്നെ രജിസ്ട്രേഷൻ വിൻഡോ ഉണ്ടാവും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയാണ് രജിസ്ട്രേഷൻ അവസരം എന്നുള്ളത്. എന്നാൽ ഇത് എന്താണ്, ഈ ഒരു പരിപാടിക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഓപ്പണും ഡെഡ്ലൈനും മാറ്റുള്ള അവസരം ഉണ്ട്. ബ്ലൈൻഡ് ജഡ്ജിങ് ആണോ വേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. ബ്ലൈൻഡ് ജഡ്ജിങ് അല്ല എന്നുള്ളത് അൺടിക്ക് ചെയ്താൽ ബ്ലൈൻഡ് ജഡ്ജിങ് മാറും. സേവ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ഇവന്റ് ആഡ് ചെയ്യാനുണ്ട്. ഇത്ര ഒന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരുപാട് സാധനം ഡിഫോൾട്ട് ആയിട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പിന്നെ ഒരു സ്ഥലം പറഞ്ഞതുപോലെ എന്താണ്, ഇതൊന്നും എന്തല്ല എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് CSV എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് നേരത്തെ കാണിച്ചു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്ത് വെച്ച ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാണ്. ഇമ്പോർട്ട് CSV എടുക്കുന്നു, ചൂസ് ഫയൽ എടുക്കുന്നു. നമ്മുടെ ഒരു ഇവന്റ്സ് എന്നുള്ള ആ ഒരു പരിപാടി എടുത്തിട്ട് ഫയൽ എടുത്തിട്ട് ഓപ്പൺ ഇമ്പോർട്ട് എടുക്കുന്നു. ഇത് ഏകദേശം 150 പരിപാടി ഉണ്ട്, 150 പരിപാടി. ഓക്കെ, അപ്പൊ 150 പരിപാടി, 150 പ്ലസ് 150 പരിപാടിയായി. അപ്പൊ ഓക്കെ, ഇവിടെ സോങ് ഗ്രേഡ് പറഞ്ഞ നമ്മൾ നേരത്തെ സോങ് ഡാൻസ് പല പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ എന്ത് ആഡ് ആയിട്ടുണ്ട്, ടൈപ്പ് ആഡ് ആയിട്ടുണ്ട്. ടൈപ്പ് ഇതിനകത്തുണ്ടായിരുന്നു, ടൈപ്പ് ഓട്ടോമാറ്റിക് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സെറ്റിംഗ്സിൽ വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പിൽ വന്നാൽ ആ ടൈപ്പ് ഒക്കെ ആഡ് ആയത് കാണാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്യാത്ത ടൈപ്പ് ഒക്കെ ആഡ് ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായി ആഡ് ആയിട്ടുണ്ട്. അത് ക്ലിയർ, കാരണം ആ CSVന്റെ കൂടെ അതും ആഡ് ആവും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇവന്റ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഇത്ര ഇവന്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത ഇവന്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എക്സ്പോർട്ട് CSV ഉണ്ട് കേട്ടോ. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യം സംസാരിച്ചു. ഏകദേശം 1 hour ആയിട്ടുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് അപ്പോഴും വളരെ ആക്റ്റീവായിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ ലൈവിലുണ്ട്. സന്തോഷം. എന്തെങ്കിലും ഇതുവരെ സംസാരിച്ച കാര്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇനി ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട് നമ്മളെ. ഓക്കെ, ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മുടെ അഫ്ലെ ഉസ്താദിനെ സംസാരിക്കാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. സയ്യിദ് ഉസ്താദിനെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനിയും ഒരുപാട് കാര്യം പരിചയപ്പെടുത്താനുണ്ട്. ഓക്കെ,
സംശയങ്ങളൊന്നും ഇല്ലാത്തത് വളരെ അതിശയപ്പെടുന്നുണ്ട്. എനിക്ക് സന്തോഷം. ഓക്കെ ഇനി ഉപയോഗിച്ച് നോക്കട്ടെ എന്നിട്ട്. ഓക്കെ 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 അത് ഓക്കെ. വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ വരാൻ പോകുന്ന ഈ മീലാദിന് ഇത് എത്രത്തോളം ആപ്റ്റ് ആവും അറിയില്ല. അടുത്ത മീലാദിനൊക്കെ നമുക്ക് ഒന്നും കൂടി സെറ്റ് ആക്കാൻ പറ്റൂലേ? അതായത് നമ്മൾ പഠിച്ച് ഉഷാറാക്കിയിട്ട്. ഓക്കെ. ഇത് പഠിക്കാൻ മാത്രമൊന്നുമില്ല. അതായത് നമ്മളിപ്പോ ഇതില് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ മീലാദ് ഫെസ്റ്റിന് ഇപ്പൊ മീലാദ് ഫെസ്റ്റിന് സീസൺ എന്ന് പറയാം. സാധാരണഗതിയിൽ അതെ അതെ മീലാദ് ഫെസ്റ്റിന് ആവശ്യം ഇതിന്റെ ഒരു 30% ആവശ്യം വരുള്ളൂ. അതെ 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 ഓക്കെ. അപ്പൊ നമ്മൾ അത് മാത്രം കണക്കാക്കിയാൽ മതി. ബാക്കി നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു അതെ 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 ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് ഇപ്പൊ പലപ്പോഴും ഈ മീലാദ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ആപ്ലിക്കേഷൻ രൂപത്തിലും കുറെ വേണ്ടി വിപുലമായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും ഉണ്ട്. അതിവിപുലമായിട്ടൊക്കെ നടത്താറുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ആവശ്യമാണല്ലോ. അതാണ് നമ്മൾ ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. അത് പറഞ്ഞോളൂ. അതെ മദ്രസയിൽ മാത്രമല്ല കോളേജുകളിലൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് യെസ് ഉപകാരപ്പെടും. യെസ് യെസ് യെസ്. ഇത് എപ്പോഴും ഈ സിസ്റ്റം ഉണ്ടാവൂലല്ലേ? ഇത് കട്ടായി പോകൂലല്ലോ? ഇല്ലല്ല, ഇത് നമ്മൾ ഓപ്പൺ സോഴ്സ്, ആർക്കും കോഡും ഇതൊക്കെ ഓപ്പൺ ആണ്. ഇത് പുറത്ത് വിട്ടാൽ നമ്മളെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണ്. ഓക്കെ. അതെ അതെ ഇത് നമ്മള് ഇതിന്റെ കോഡും കാര്യങ്ങളും ഷെയർ ചെയ്താല് പിന്നെ അവർക്കായി അവരുടെ അടായ രൂപത്തിലാണ്. നമുക്ക് ബന്ധമില്ല. അവർക്ക് വേറെ എല്ലാ രൂപത്തിലും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരത്തിന് എന്ത് കൊടുക്കാം? കോൾ ലെറ്റർ കൊടുക്കാം, ജഡ്ജസിനെ അസൈൻ ചെയ്യാം. ഇവിടെയാണ് ഇപ്പൊ 150 പരിപാടി ഉണ്ട്. ഈ 150 പരിപാടിയിൽ ജഡ്ജസ് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ കോൾ ലെറ്റർ കൊടുക്കുന്നത് ഇവിടെയാണ്. രജിസ്ട്രേഷൻ വന്നിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ കോൾ ലെറ്റർ കൊടുക്കാൻ എന്തായാലും നമ്മൾ കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കോൾ ലെറ്റർ കൊടുക്കാൻ കഴിയൂല. ജഡ്ജസിനാണ് അസൈൻ ചെയ്യാം. ഞങ്ങളുടെ ഒരു ജഡ്ജ് ഉണ്ട്, സൽമാൻ മാസ്റ്റർ, അദ്ദേഹം അസൈൻ ചെയ്യാണ്. ഓക്കെ കൊടുത്താൽ അപ്പൊ അദ്ദേഹത്തിന് ഈ പരിപാടി അസൈൻ ആയി. ഓക്കെ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വിൻഡോ ശ്രദ്ധിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷന്റെ ക്ലോസ് ആയി. അതായത് നമ്മൾ ഒരു പരിപാടി രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. ആ സമയം ഇപ്പോൾ 10-ാം തീയതി രജിസ്ട്രേഷൻ ഉള്ളത്. 10-ാം തീയതി കഴിഞ്ഞു. പരിപാടി നടക്കുന്നത് 20-ാം തീയതിയാണ്. അപ്പം 19-ാം തീയതി തലേന്ന് രാത്രി എന്ത് ചെയ്തു? ഈ ചങ്ങായി മത്സരിക്കേണ്ട വ്യക്തി പാർട്ടിസിപ്പന്റ് സുഖമില്ലാതായി, അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിലായി, അങ്ങനെ വേറെ സംഭവിച്ചു, ഹോസ്പിറ്റലൈസ് ആയി. അപ്പോഴൊക്കെ വേണമെങ്കിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ അവസരം ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്യാൻ വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷനുള്ള അവസരം ഉണ്ട്. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ആയി കൊടുക്കണം. ആദ്യം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അടിമയിൽ വന്നിട്ട് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ആയി കൊടുക്കണം. അപ്പൊ ഏതൊക്കെ എല്ലാവർക്കും വേണോ, അല്ലെങ്കിൽ ഏത് ടീമിനാണ് വേണ്ടത് അവർക്ക് മാത്രം ഓപ്പൺ കൊടുക്കുക. അത് സേവ് കൊടുത്താൽ എന്ത് ചെയ്യും? അവർക്ക് മാത്രം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ആവും. അപ്പൊ അവരുടെ രജിസ്ട്രേഷനിൽ പോയിട്ട് ആ ടീമിൽ പോയിട്ട് അവർക്ക് വേണ്ട ആളുകളെ മാറ്റാനുള്ള അവസരമുണ്ട്. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് എന്ത് ചെയ്യണം? അഡ്മിൻ അപ്രൂവ് ചെയ്യണം. അതായത് ഓപ്പൺ ആയി കൊടുക്കുന്നു അഡ്മിന് ഒരു ടീമിന്. ആ ടീം ഒരു ആളെ മാറ്റി വേറെ ആളെ വെച്ചാൽ ആ വെച്ച ആള് മാറ്റാനുള്ള കാരണമൊക്കെ പറയണം. അതൊക്കെ അവിടെ ഏടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അഡ്മിൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ ആള് മാറുള്ളൂ. ശ്രദ്ധിക്കുക, ഇത് എന്തിനു മുമ്പായിരിക്കണം? കോൾ ലെറ്റർ കൊടുക്കുന്നതിന് മുമ്പായിരിക്കണം. കോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷനുള്ള അവസരം ഇല്ല. പിന്നെ ഇവന്റ് മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവന്റ് മെറ്റീരിയൽ ഇവിടെ വരും. ഇവന്റ് മെറ്റീരിയൽ അഡ്മിൻ അപ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്രൂവ് ചെയ്താൽ ശ്രദ്ധിക്കാം. ഉദാഹരണം പറയും, മാപ്പിളപ്പാട്ടാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ഒരു ഏത് ഉദാഹരണം പറയും, മാപ്പിളപ്പാട്ട് പല പാട്ടുണ്ട്. അപ്പം ഈ ഒരു കോൾ ലെറ്റർ ഈ ഒരു പാർട്ടിസിപ്പന്റ് ഏത് പാട്ടാ പാടുന്നതെന്ന് ജഡ്ജിന് കാണാൻ പറ്റും. അപ്പൊ അതല്ലാത്ത പാട്ട് പാടിയ ജഡ്ജിന് എന്ത് ചെയ്യാം? അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഷെഡ്യൂളിനുള്ള അവസരമാണ്. ഷെഡ്യൂൾ ജസ്റ്റ് കാണിക്കാം. ഒരു 6 ഡേ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഡേറ്റ് കൊടുക്കുന്നു. ഇപ്പൊ 20-ാം തീയതി മത്സരം കൊടുക്കുന്നത്. ഇപ്പൊ 20-ാം തീയതി ഡേറ്റ് കൊടുക്കാം. 20 20 കൊടുക്കുന്നു. ഓക്കെ. ഡേ 1 എന്താ പേര് വേണം? ഡേ 1 കൊടുക്കാം. ഡേ 1 അല്ലെങ്കിൽ ഓക്കെ സേവ് കൊടുക്കുന്നു. 20-ാം തീയതി ഒരു ഡേ ആയി. ഈ ഒരു ഷെഡ്യൂളിലാക്കാൻ വേണ്ടി അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്കത് കൺക്ലൂഡ് എല്ലാ ഭാഗവും പറഞ്ഞു പോകുക വേണം. ഇനി അടുത്ത ഡേ 1 ആഡ് ചെയ്യാം. 22 കൊടുക്കാം, 21 കൊടുക്കാം. ഓക്കെ. ഡേ 2 സേവ് കൊടുക്കുന്നു. അപ്പൊ അതുമായി. ഇനി ഓക്കെ. അപ്പൊ ഒരാൾ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് തന്നാവും. ഓക്കെ. പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡേ 2 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യും? വെന്യൂ ആഡ് ചെയ്യാം. ഇപ്പൊ ഡേ 1 വെന്യൂ ആഡ് ചെയ്യാം. എത്ര സ്റ്റേജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് വെന്യൂ കൊടുക്കുന്നു. എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആഡ് വെന്യൂ കൊടുക്കുന്നു. സ്റ്റേജ് 1 കൊടുക്കുന്നു. പേര് അല്ലെങ്കിൽ മെയിൻ സ്റ്റേജ് എന്തെങ്കിലും കൊടുക്കാം. മെയിൻ സ്റ്റേജ് കൊടുക്കുന്നു. മെയിൻ സ്റ്റേജ് എന്ത് കൊടുക്കും?
മെയിൻ സ്റ്റേജ് സ്റ്റാർട്ട് ടൈം ഓൺ ദിസ് ഡേ. അപ്പൊ ഈ ദിവസം ആ സ്റ്റേജിൽ എപ്പോഴാണ് പരിപാടി തുടങ്ങുന്നത് ചോദിക്കുന്നത്. 9 മണിക്കാണെങ്കിൽ 9 മണി, 8 മണിയാക്കുന്നു. 8 മണി, ഓക്കെ. 8 മണി 8 മണി 8 മണി സേവ് കൊടുക്കുന്നു. 8 മണിക്ക് പരിപാടി തുടങ്ങും, ഷെഡ്യൂളായി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഇവന്റ് സ്ലോട്ട് കൊടുക്കാം. ഒരു ഇവന്റ് ആഡ് ചെയ്യാം. നമുക്ക് പരിപാടി ആഡ് ചെയ്യുന്നു. എത്ര മിനിറ്റ് വേണ്ടത്? 15 മിനിറ്റ്, 30 മിനിറ്റ്. ആ പരിപാടിക്ക് എത്ര മിനിറ്റ് വേണ്ടത്? 30 മിനിറ്റ് കൊടുക്കുന്നു. ആഡ് കൊടുക്കുന്നു. അപ്പൊ 30 മിനിറ്റ് ആ പരിപാടി ഇവിടെ ആഡ് ആവും. ഓക്കെ. അപ്പൊ 8:30 മുതൽ അല്ലെ ഒരു പരിപാടി 8 മണി 8:30 വരെ ആയി. ഇനി ഒന്നുകൂടെ ഇവന്റ് കൊടുക്കാം, രണ്ടാമത്തെ ഇവന്റ് കൊടുക്കാം. അതിന് 30 മിനിറ്റ് കൊടുക്കുന്നു, ആഡായി. ഓക്കെ. അപ്പൊ ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അവസരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അവസരം, മേലോട്ട് താഴോട്ടൊക്കെ ആക്കാം. അത് മേലോട്ടാക്കുന്നു. അപ്പൊ അത് ഫസ്റ്റായി. ഓക്കെ. ആ രൂപത്തിൽ മാറി. ഇനി എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്താൽ പരിപാടി മാറ്റാനുള്ള. ഓക്കെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി റിമൂവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ബ്രേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ആഡ് ചെയ്യാം. 30 മിനിറ്റ് ആണ്, 15 മിനിറ്റ് കൊടുക്കുന്നു. സോറി, പോയി ആണ് ബ്രേക്ക് 30 മിനിറ്റ് സേവ് കൊടുക്കുന്നു. അപ്പോൾ 9 മണി മുതൽ 9:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഓക്കെ. ആ രൂപത്തിൽ കാണാൻ പറ്റും. ഇനി പ്രിന്റ് പ്രിവ്യൂ എടുത്താൽ നമുക്ക് ഇത് ഈ രൂപത്തിൽ കാണാൻ പറ്റും. ഓക്കെ. ഈ രൂപത്തിൽ പ്രിന്റ് ചെയ്ത് കിട്ടാൻ അവസരമുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ രൂപത്തിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, സ്റ്റേജ് 2 സെക്കൻഡ് സ്റ്റേജ് ആഡ് ചെയ്യാം. ഞാൻ സെക്കൻഡ് സ്റ്റേജ് ആഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജ് അത് 9 മണി 10 മണിക്ക് തുടങ്ങിയാൽ മതി. 10 മണി സേവ് കൊടുക്കുന്നു. ഓക്കെ. ഇനി സാധാരണ നമുക്ക് പിന്നെ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ക്ലാഷ് ഉള്ള ഒരു ഓപ്ഷൻ. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു പാർട്ടിസിപ്പന്റിന് പിന്നെ സ്റ്റേജ് 1 പരിപാടി അതേ സമയം സ്റ്റേജ് 2 പരിപാടി ഇട്ടാൽ ബുദ്ധിമുട്ടാവും. നമ്മൾ ക്ലാഷ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ക്ലാഷ് പിന്നെ ഇതിൽ വരാൻ കഴിയില്ല. കാരണം നമ്മൾ അതായത് ഈ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷെഡ്യൂൾ ഇടുന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഷെഡ്യൂൾ ഇടുന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിസിപ്പന്റിന് 2 വേദിയിൽ മത്സരം ഒരേ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ എന്ത് കാണിക്കും, ഒരു അലേർട്ടായിട്ട് കാണിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പബ്ലിഷ് കൊടുത്താൽ പുറത്ത് കാണാൻ പറ്റും. പബ്ലിഷ് കൊടുക്കുന്നു, പബ്ലിഷ് ആയി. അങ്ങനെ ഓരോ ഡേയിലും നമുക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ജഡ്ജിങ്ങിലേക്ക് പോവാം. ജഡ്ജിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കുട്ടികളെ ആഡ് ചെയ്യണം, ആ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നടക്കൂല. ഇനി അടുത്ത് ജഡ്ജ് സ്റ്റാറ്റസ് പോയാൽ എന്താണ്, എത്ര പരിപാടി ഉണ്ട്, എന്തൊക്കെ ജഡ്ജ് ആയോ, ജഡ്ജ് ആയിട്ടില്ലേ, എന്തൊക്കെയാണ് ഒരു ഇതൊക്കെ കിട്ടും, എത്ര ജഡ്ജ് ഉണ്ട്, എത്ര ജഡ്ജ് ആണ് ചോദിക്കുന്നത്, ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ടൈം കാണാൻ പറ്റും. ഓക്കെ. ഇനി റിസൾട്ടിലേക്ക് പോയാൽ റിസൾട്ട് ആയിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഒന്നുമില്ല. ടൈറ്റിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പിന്നെ എന്താണ് ബെസ്റ്റ് ഡിബേറ്റർ പോലത്തെ ചില പുരസ്കാരങ്ങൾ ഉണ്ടാവും. അതായത് അത് മത്സരത്തില് ഫസ്റ്റ് കിട്ടിയായിരിക്കണം എന്നില്ല, അല്ലെ. ഇപ്പൊ ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ടൈറ്റിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 2-3 പാട്ടുകൾ നന്നായിട്ട് പാടിയ ആൾക്ക് എന്താണ് വാനം പാടി പട്ടം കൊടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആഡ് ചെയ്യുന്നു ബെസ്റ്റ് ഡിബേറ്റർ. ഒരു ബെസ്റ്റ് ഡിബേറ്റർ ആഡ് ചെയ്യാണ്. ഡിബേറ്റർ. ഓക്കെ. ബെസ്റ്റ് ഡിബേറ്റർ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ബെസ്റ്റ് പെർഫോമർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ബെസ്റ്റ് പെർഫോമർ ഇൻ ഡിബേറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ. കോമ്പറ്റീഷൻ. അത് പാർട്ടിസിപ്പന്റിന്റെ പേര് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യാം. 102 സെർച്ച് ചെയ്യാം. 105. അപ്പോൾ ഇവനാണ് നമ്മളത്തെ ആളത് പാർട്ടിസിപ്പന്റിനെ സെലക്ട് ചെയ്യുന്നത്. സേവ് കൊടുത്താൽ ഇപ്പൊ എന്താ ബെസ്റ്റ് ഡിബേറ്റർ ആയി. അപ്പൊ ഇത് പുറത്ത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ടീമിന് ഹൗസിനൊക്കെ പോയിന്റ് ആഡ് ചെയ്യാനും പോയിന്റ് കുറക്കാനുള്ള അവസരം ഉണ്ട്. അതുപോലെ തന്നെ വ്യക്തികൾക്കും ആഡ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം. അപ്ലൈ ചെയ്ത് വ്യക്തിയാണോ പാർട്ടിസിപ്പന്റ് ആണോ. അപ്പൊ ഉദാഹരണം പറയാം, ഡിസിപ്ലിനോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യം കൊണ്ട് പോയിന്റ് ആഡ് ചെയ്യാൻ, പോയിന്റ് മൈനസ് ആക്കാനുള്ള ഓപ്ഷനാണ്. ഞാൻ ബ്ലൂവിന് ഒരു 10 പോയിന്റ് കൊടുക്കുകയാണ്. ഡിസിപ്ലിൻ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, കാരണം വേണമെങ്കിൽ കൊടുക്കാം, ഒരു ഡിസിപ്ലിൻ വേണമെങ്കിൽ കൊടുക്കുന്ന ടൈപ്പ് ചെയ്യാം, സേവ് കൊടുക്കാം. ഓക്കെ. അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വിദ്യാർത്ഥികൾക്കും അതുപോലെ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പീൽസിലേക്ക് വന്നാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പീൽ ചെയ്താൽ ഇവിടെ കാണിക്കും. അപ്പോൾ അപ്പീൽ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് അപ്പീൽ ഒന്നെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യാം. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എന്ത് ചെയ്യണം, അത് പോയി അവിടെ പോയി ചേഞ്ച് ചെയ്യേണ്ടതാണ്. എന്താണ് ചേഞ്ച് ചെയ്യുന്നുള്ളത് നമ്മൾ ആ റിസൾട്ടിൽ പോയിട്ട്
ചേഞ്ച് ചെയ്യേണ്ടതാണെന്ന്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത മെസ്സേജസ് ആണ്. ഓക്കെ, മെസ്സേജസിലേക്ക് വന്നാൽ എന്താണ്, നമുക്ക് ന്യൂ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ആരോടെ കോൺവെർസേഷൻ ചെയ്യണം, പേഴ്സണലാണോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സ്റ്റേജ് മാനേജർ മാത്രം സെലക്ട് ചെയ്യുന്നു, വല്ലതൊക്കെ സെലക്ട് ചെയ്യുന്നു, വല്ല ഗ്രീന് ഗ്രൂപ്പ് നെയിം കൊടുക്കുന്നു, സ്റ്റേജ് സോറി ഹൗസ് മാനേജേഴ്സ്, ഗ്രൂപ്പ് പേര് കൊടുക്കാം, സ്റ്റാർട്ട് കൊടുക്കാം. അപ്പൊ അതിൽ നമുക്ക് വേണം ടൈപ്പ് ചെയ്യാം, ഹൈ ഓൾ, ഹൗ ഈസ് യുവർ ഗ്രൂപ്പ് ഗോയിങ് ഓൺ, ഹൗ ഈസ് യുവർ ഹൗസ് ഗോയിങ് ഓൺ ചോദിക്കാം അല്ലെ, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റും, തിരിച്ചും മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയുന്നത്. അവസാനം ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടിലേക്ക് വന്നാൽ സർട്ടിഫിക്കറ്റ്സിന്റെയും അതുപോലെ തന്നെ പോസ്റ്റേഴ്സിന്റെയും ID കാർഡ്സിന്റെ ഒക്കെ ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇവിടെ എല്ലാ ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജനറേറ്റീവ്സ് കൊടുക്കാൻ അവസരമുണ്ട്. അത് ചിലപ്പം അത് ബഗ് ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതായത് ഇത് ഈ സർട്ടിഫിക്കറ്റിന്റെ ഭാഗം ക്ലിയർ ആയിട്ടില്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മിക്കവാറും അതില്ലാത്ത ഒരു വെർഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. ഡൗൺലോഡ്സിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് ഡൗൺലോഡ്സ് ഓപ്ഷൻ ഉണ്ട്. CSV ആയിട്ടും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. റിസൾട്ട് റിപ്പോർട്ട്, അതേപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പല പിന്നെ രൂപത്തിൽ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് കിട്ടിയോള്, ഫസ്റ്റ് കിട്ടാത്തോള്, സെക്കൻഡ് കിട്ടിയോള്, സെക്കൻഡ് മാത്രം കിട്ടിയോള്, സെക്കൻഡ് ഈ ഗ്രേഡും കിട്ടിയോള്, അതുപോലെ അങ്ങനത്തെ പല രൂപത്തിൽ റിസൾട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. കംപ്ലയൻസ് റിപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് മിനിമം കാറ്റഗറി, മിനിമം ലിമിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതായത് ഒരു കുട്ടി മിനിമം ഇത്ര പരിപാടി പങ്കെടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മിനിമം നോൺ സ്റ്റേജ് വേണം. അങ്ങനത്തെ നിയമം നമ്മൾ ക്യാപ്പിൽ വെച്ചാൽ അത് ചെക്ക് ചെയ്യാൻ, മിനിമം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ കംപ്ലയൻസ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പബ്ലിക് സ്ക്രീൻ, ഹോം സ്ക്രീൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഹോം സ്ക്രീൻ കാണാൻ പറ്റും. ഞാൻ ബാക്ക് അടിക്കുന്നു. ഇനി അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നത്. റിസൾട്ട് എന്താണ്, പബ്ലിക് കാണുന്ന കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇനി അത് സൈൻ ഔട്ട് ചെയ്യാണ്. അതൊക്കെ മുടി സൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആളുകൾ, ഓക്കെ 5 ആളുകളായിട്ടുണ്ട്, എക്സ്ട്രാ 6 ആളുകളുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ജസ്റ്റ് ഹൗസ് മാനേജറുടെ കാര്യം, അതുപോലെ തന്നെ സ്റ്റേജ്, അതായത് നമ്മളിപ്പോൾ ഇതിന് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം പറയാനുള്ളതാണ്. അപ്പോൾ ഇനി അതിന് ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അടിമയ പ്രധാനപ്പെട്ട ഭാഗം അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അതൊക്കെ സ്വയം എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എനിവേ സംശയമുണ്ടാകുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടാൽ മതിയാവും. ഇനി നമ്മൾ ഇവിടെ സൈൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 1, 2, 10 പോയിന്റ്, 5 പോയിന്റ് അല്ലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ലോഗിൻ കൊടുക്കുന്നു. ലോഗിൻ കൊടുക്കാം. ഞാൻ എന്തായാലും ലോഗിൻ ആവാണ്, ഹൗസ് മാനേജർ ആയിട്ട് ലോഗിൻ ആവാണ്. ബ്ലൂ ലോഗിൻ ചെയ്യുന്നു. 1, 2, 3. ഇത് പ്രധാനപ്പെട്ട 2 ലോഗിനാണ് ഉള്ളത്. ഒന്ന് അഡ്മിൻ, ഹൗസ് മാനേജറാണ്. കാരണം കോഡ്മിൻ ഇല്ലാത്ത കാര്യം നടക്കും, ജഡ്ജ് ഇല്ലാത്ത കാര്യം നടക്കും, സ്റ്റേജ് മാനേജർ ഇല്ലാത്ത കാര്യം നടക്കും. പക്ഷെ ഹൗസ് മാനേജർ മസ്റ്റ് ആണ്. ഇത്ര ഓപ്ഷനാണ് നമ്മുടെ ആരടുത്തുള്ളത്. ഹൗസ് മാനേജർ അതിൽ വന്നാലുള്ളത്. ഇതിൽ മെസ്സേജ് എടുക്കുന്നു. നമുക്ക് നേരത്തെ മെസ്സേജ് കാണാൻ പറ്റും. ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അഡ്മിന്റെ മെസ്സേജ്, ഹൈ ആൾ ഹൗസ് ഗോയിങ് അല്ലേ. അപ്പോൾ റിപ്ലൈ കൊടുക്കുകയാണ്, ഹൈ അഡ്മിൻ, ഓക്കെ, everything is okay. റിപ്ലൈ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി രജിസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഓരോ കുട്ടീനെ എന്തെങ്കിലും പരിപാടിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ രജിസ്റ്റർ ചെയ്യാണ്. ഫസ്റ്റ് പരിപാടി സ്പീച്ച് മലയാളം രജിസ്റ്റർ ചെയ്യുന്നു. 3 കുട്ടികളെ രജിസ്റ്റർ ചെയ്യാം. 3 കുട്ടികളെ പറ്റുള്ളൂ. മൂന്നാമത് ഓക്കെ ക്ലിയർ ആണ്. ഞാൻ 2 കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ കൊടുക്കുന്നു. ഓക്കെ, 2 കുട്ടികൾ രജിസ്റ്റർ ആയി. പേര് ഫോട്ടോ നോക്കണ്ട കേട്ടോ, നമ്മൾ ജസ്റ്റ് ബന്ധമില്ലാത്ത ഫോട്ടോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, രജിസ്റ്റർ ആയി. നമുക്ക് ഇതിൽ ഒരാൾ രജിസ്റ്റർ ആണ്, രജിസ്റ്റർ കൊടുക്കുന്നു. രജിസ്റ്റർ ചെയ്യാണ്. ഒരാൾ ബാക്കിയുണ്ട്. എന്താണ് വരാത്ത, റീലോഡ് ചെയ്യാം.
ഓക്കെ, അത് വരുന്നില്ലല്ലോ. എന്താ നോക്കാം. രജിസ്റ്റർ ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ബ്രാൻഡ് വായിച്ചത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാം ആളും കൂടി. ഇപ്പോഴേ വരുന്നില്ല, ഒരു ബഗ് ഉണ്ട്, നമുക്ക് ഫിക്സ് ചെയ്യാം. രജിസ്റ്റർ ചെയ്ത മത്സരം കൊണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വരുന്നില്ല. ഓക്കെ, ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്റ്റർ കൊടുക്കുന്നു. ഓക്കെ, ഈ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേട്ടോ, ഇച്ചിരി നോട്ട് ചെയ്തതാണ് പ്രശ്നം, എടുത്തു നോക്കാം, കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓക്കെ, നമ്മൾ എൻട്രീസിൽ എടുത്താൽ ആരൊക്കെ കാണാൻ പറ്റും, രജിസ്റ്റർ ആളുകളെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ വിത്ഡ്രോ ചെയ്യാം, അവരെ ഇവിടുന്ന് കളയാവുന്നതാണ്. ഇനി ഇതൊക്കെ കാറ്റഗറി അല്ലേ, ഇതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, പല രൂപത്തിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ അവസരമല്ല, കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അഡ്മിൻ ഓപ്പൺ ആക്കണം. അവർ പാർട്ടിസിപ്പേറ്റ്സിൽ പോയി നമ്മുടെ മൊത്തം കുട്ടികളെ ലിസ്റ്റ് കൂടെ കാണാൻ പറ്റും. അവർ റിസൾട്ട്സിൽ പോയി നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ആ ടീമിന്റെ റിസൾട്ട്, ടൈറ്റിൽസ്, ഷെഡ്യൂള്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പല കാര്യങ്ങളുണ്ട്. ഷെഡ്യൂൾ ഇവിടെ തന്നെയാണ്. ലോഗ് ഔട്ട് ആയിപ്പോയി, ഒരു മിനിറ്റ്. 1 2 3. ഓക്കെ, ഇതിലേ ഷെഡ്യൂളല്ല, ഇത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഈ നമ്മുടെ പല രജിസ്ട്രേഷൻ മറ്റു ഡേറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിവിടെ കാണും, എന്നാൽ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് കാണാനുള്ള ഓപ്ഷനാണ് ഈ രജിസ്ട്രേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, നമുക്ക് ഇവിടെ എന്തുണ്ട്, ലൈറ്റ് മോഡും ഡാർക്ക് മോഡും ഉണ്ട് കേട്ടോ. ചൂസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് അടിക്കുന്നു. ഇനി നമുക്ക് എന്ത് കാണാം, ജസ്റ്റ് ചെക്ക് ചെയ്യാം. എന്ത് നമ്മുടെ കോർഡിനേറ്റ്സ് ചെക്ക് ചെയ്യാം. ഞാൻ കോർഡിനേറ്റ് എടുക്കുന്നു. അതിന് മുമ്പ് നമുക്ക് ഒരു 2 ടീം രജിസ്റ്റർ ചെയ്യാം പരിപാടിക്ക്. നമുക്ക് ഗ്രീൻ രജിസ്റ്റർ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് രജിസ്ട്രേഷനും റിസൾട്ടും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്ററിലേക്ക് പോയാൽ ഈ പരിപാടിക്ക് 2 രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അത് മതി. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യുന്നു. ലോഗിൻ, ഞാൻ കോർഡിനേറ്റ് ലോഗിൻ ചെയ്യാണ്. കോർഡിനേറ്റ് ഒരാളല്ലോ. ഓക്കെ, പാസ്വേഡ് അടിക്കുന്നു. 1 2 3 ലോഗിൻ ചെയ്യുന്നു. വെൽക്കം ബാക്ക്. അപ്പം അഡ്മിന്റെ സെയിം ഡാഷ്ബോർഡ് ഉണ്ടാവുക. സെറ്റിംഗ്സിന്റെ ടാബ് മാത്രമല്ല, കാണാൻ പറ്റും, സെയിം ആണ്. എല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല, ചിലത് മാത്രം ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കാം. കോർഡിനേറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കുട്ടികളായിട്ടുണ്ട്, 2 ടീം കുട്ടികളായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കോൾ ലെറ്റർ കൊടുക്കാൻ പറ്റും. ആ കോൾ ലെറ്റർ കൊടുക്കുകയാണ് അവർക്ക്, അച്ഛൻ കോൾ ലെറ്റർ കൊടുക്കുന്നു. അപ്പോൾ കോൾ ലെറ്റർ വീണു കേട്ടോ, കോൾ ലെറ്റർ വീണു. അപ്പോൾ ഈ ജഡ്ജ് ഉണ്ട്, ജഡ്ജ് നമ്മൾ നേരത്തെ അസൈൻ ചെയ്തതാണ്. അപ്പോൾ ജഡ്ജുകൾ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെയിം കാര്യം തന്നെയാണ്. അഡ്മിനുള്ള ചില ഫീച്ചേഴ്സ് കോഡ്മിൻ ഇല്ല, അത്രേ ഉള്ളൂ. അഡ്മിൻ കോഡ്മിനുള്ള മാറ്റം. ഇനി നമുക്ക് ജഡ്ജിൽ എടുത്ത് നോക്കാം. ഓക്കെ, എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു, ജഡ്ജ് എടുക്കുന്നു. ജഡ്ജ് സൽമാൻ മാസ്റ്റർ. 1 2 3 ലോഗിൻ. ഓക്കെ, ഇപ്പൊ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും
അപ്പോൾ എന്തുണ്ട്, അപ്പൊ പിന്നെ ജഡ്ജിന് വന്നിട്ടുണ്ട് മാർക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ ഓരോ സ്കോർ കൊടുക്കാം. 100-ല് ഞാൻ എന്ത് ചെയ്യും അല്ലെ, നമുക്ക് സ്കോർ കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് മാർക്ക് അടിക്കാം. എന്താണ് 987 സേവ് കൊടുക്കാം. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് റിമാർക്സ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓ എന്താ, യു ഡു നോട്ട് ഹാവ് പെർമിഷൻ ടു ഡു ദാറ്റ്. മാർക്ക് കൊടുക്കാൻ ഓപ്ഷനാണ് പറഞ്ഞത്. ജഡ്ജിന് മാർക്ക് ഇടാൻ പറ്റൂലേ? എന്തോ പ്രശ്നം നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇനി ഇവിടെ അടുത്ത ഓപ്ഷൻ റിമാർക്സ്, അതായത് ഓരോ പിന്നെ പെർഫോമൻസ് രേഖപ്പെട്ട ഒരു ഓപ്ഷൻ. അതായത് ഇപ്പൊ ഒരു കുട്ടി ഒരു കോളിഡർ എന്റെ പെർഫോമൻസിനെ കുറിച്ച് റിമാർക്സ് ചെയ്ത ഒരു ഓപ്ഷൻ ജഡ്ജസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ ചില ആളുകളൊക്കെ ആ റിമാർക്സ് എടുത്ത് വെച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യാൻ പോയിക്കാറുണ്ട്. അതിന് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്യാം. ഇനി അവസാനം എന്തുണ്ട്, മൊത്തത്തിൽ ആ ഒരു മത്സരത്തെ കുറിച്ചുള്ള ഇവന്റ് ഇത് കൊടുക്കാനുള്ള അവസരം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ വിഷയം. പിന്നെ മെസ്സേജുകൾ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മൈ ഷെഡ്യൂൾ, ആ ജഡ്ജിന്റെ ഷെഡ്യൂളുകൾ കാണാൻ പറ്റും. ഒന്നുമില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. ഓക്കെ, ഷെഡ്യൂൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ജഡ്ജ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇതിലൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് അഡ്മിനിലേക്ക് വരാം. അഡ്മിനിലേക്ക് വന്നിട്ട് ആ മത്സരം എടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പോലെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ജഡ്ജിങ് എടുക്കുന്നു. ജഡ്ജിങ് എടുത്താല് ഇവിടെ ഒന്നും കാണുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? നമുക്ക് ജഡ്ജിന്റെ മാർക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്കോർ സേവ് ആവശ്യമാണ്. ജഡ്ജിന്റെ മാർക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. സേവ് 87 ഓരോന്നാണ് ആഡ് ആവുന്നത്. ഓക്കെ, പിന്നെ ഇതില് ഇത് ശരിക്കും ഇത് ഫിക്സ് ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഞാൻ ഫിക്സ് ചെയ്യും. അതായത് ഇതില് ശരിക്കും ജഡ്ജിന് ജഡ്ജിന് സ്കോർ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ജഡ്ജ് സ്കോർ ആഡ് ചെയ്തു, അപ്പോൾ ഫ്രീസ് ചെയ്യാൻ ഓപ്ഷൻ അഡ്മിനുണ്ട്. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാല് അപ്പോൾ ആ സ്കോർ എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അഡ്മിന് വേറെ സ്കോർ ആഡ് ചെയ്യാൻ പറ്റും. അഡ്മിന് വേണമെങ്കിൽ വേറെ സ്കോർ ആഡ് ചെയ്യാം. 100-ല് 78 ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 99 ആഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എക്സ്ട്രാ മാർക്ക് ആഡ് നമുക്ക് റീസൺ കൊടുക്കണം, കൊടുക്കാം. ഓക്കെ, എന്ത് റീസൺ കൊടുക്കുക, സേവ് കൊടുക്കാം. അപ്പൊ എന്താവും, ഈ ഒരു മാർക്ക് എഫക്റ്റീവ് ആവും. 98 മാർക്ക് 78 മാർക്ക് ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. മാർക്ക് അബ്സെന്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അങ്ങനെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യാം. അല്ലെ ഇതൊരു ഓപ്ഷൻ പ്രിവ്യൂ കമ്പ്യൂട്ടർ ടാബ്, അതായത് ഇതിൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാണാൻ പറ്റും. ഫൈനലൈസ് ഇവന്റ് കൊടുക്കാം. ഫൈനലൈസ് ഇവന്റ് കൊടുത്താൽ പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ഒരു സ്കോർ ഫൈനലൈസ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ അൺഫൈനലൈസ് ചെയ്യാം കേട്ടോ. ഫൈനലൈസ് ചെയ്യാനും തിരിച്ചെടുക്കാം, അൺഫൈനലൈസ് ചെയ്യാം. ഇനി ജസ്റ്റ് റിസൾട്ടിലേക്ക് പോവാം. റിസൾട്ടിലേക്ക് പോയാൽ ഈ ഒരു മത്സരം കാണാൻ പറ്റും, ടിക്ക് ഇടാൻ പറ്റും, ഫൈനലൈസ്ഡ് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിവ്യൂ ഇമ്പാക്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു മത്സരം ഫലം പുറത്തു വിട്ടാൽ സ്കോറിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത് അല്ലെ. അത് അവിടെ കാണാൻ പറ്റും അല്ലെ. നിലവില് ബ്ലൂ ഗ്രീൻ ഇങ്ങനെയുള്ളത്. അപ്പൊ ചേഞ്ച് ഇങ്ങനെ വരും അല്ലെ. 24-11 ഈ രൂപത്തിലേക്ക് ചേഞ്ച് വരും. 24-10 ആ രൂപത്തിലേക്ക് വരും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പബ്ലിഷ് ചെയ്യണോ വേണ്ട തീരുമാനിക്കാനുള്ള ഓപ്ഷനാണ്. അതിപ്പോ ചില സമയത്ത് നമുക്ക് ടീമിനെ അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മത്സരം പബ്ലിഷ് ചെയ്യാതിരിക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ കോഡ്മിൻ ഉണ്ട്, പക്ഷെ കോഡ്മിൻ പബ്ലിഷ് ചെയ്യാൻ പറ്റൂല, അഡ്മിൻ തന്നെ പബ്ലിഷ് ചെയ്യണം. നമുക്ക് പബ്ലിഷ് പബ്ലിഷ് ആയി, റിസൾട്ട് പബ്ലിഷ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വ്യൂ പബ്ലിക് സൈറ്റ് എടുത്തോക്കാം. പബ്ലിക് സൈറ്റ് എടുത്താൽ അവിടെ എന്താ വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. 2 ഫസ്റ്റ് ഉണ്ട് അല്ലേ.
രണ്ടാം ഫസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. വായിക്കുക രണ്ടാം ഫസ്റ്റുള്ള ഒരു മിനിറ്റ്. അപ്പം പാനൽ എടുത്തോക്കാം. ജഡ്ജി ഓക്കെ. ഇതില് 98 ഫസ്റ്റ് വരിക. 298 ഉണ്ടല്ലേ, അതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് വന്നു. അപ്പൊ ഈ രൂപത്തിൽ 2 ഫസ്റ്റ് വന്നു. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്. 2 ജഡ്ജസിന് മാർക്ക് അടയാം കേട്ടോ. എത്ര ജഡ്ജസിനെ അടയാൻ പറ്റും? ഓക്കെ, അപ്പൊ നമ്മളുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു ഇത് എടുത്ത് നോക്കാം, ബിഗ് സ്ക്രീൻ എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ പറ്റും. ഗ്രീൻ, ബ്ലൂ, റെഡ്. ഓക്കെ, ഞാൻ അടുത്ത ഓട്ടോമാറ്റിക്കായി മാറിക്കോളൂ. അപ്പൊ സ്റ്റുഡന്റ് ടാലന്റ് അല്ലെ, കുട്ടികളുടെ ടാലന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് കൂടെ കാണാം. ഓക്കെ, അപ്പൊ ഒരു റീസെന്റ് റിസൾട്ടുകൾ കാണാൻ പറ്റും. സ്പീച്ച് മലയാളം സബ് ജൂനിയർ. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്ക് അടിക്കാൻ ഓക്കെ, കൊടുക്കാം. ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇത് മാറിക്കോളും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. സ്റ്റേജ് മാനേജർ വിഷയം കൂടി ഉണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റേജ് മാനേജർ എടുത്ത് നോക്കാം. അപ്പോഴായി പാനൽ എടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഈ ഒരു പീപ്പിൾ എടുക്കാം. പീപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അക്കൗണ്ട്സ് എടുക്കാം. അക്കൗണ്ട്സിൽ സ്റ്റേജ് മാനേജർ എടുക്കുക. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം, മാനേജർ എഡിറ്റ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാം, സ്റ്റേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂസ് വെന്യൂ, മെയിൻ സ്റ്റേജ്, ഏത് ഡേറ്റ് ആണ്, ഫ്രം ടൈം കൊടുക്കില്ല, ഡേറ്റ് കൊടുക്കണം അക്ഷരം. ഓക്കെ, അപ്പോൾ ഡേറ്റിന്റെ ഓപ്ഷൻ ഓക്കെ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. മെയിൻ സ്റ്റേജ് ഇൻ ഡേറ്റ് മുതൽ അല്ലെ, ഈ സമയം മുതൽ 9 മണി മുതൽ 8 മണി മുതൽ 8 മണി മുതൽ അൻഡിൽ ഒരു 10 മണി വരെ, 10 മണി വരെ പറയുന്ന കൊടുക്കാം. അയ്യോ, അപ്പൊ നമുക്ക് ആളെ ആഡ് ചെയ്യാൻ പറ്റും. സേവ് കൊടുക്കാം. ഓക്കെ, അപ്പം അത് ആഡായി. നമുക്ക് അന്ന് എടുത്ത് നോക്കാം. ആ ലോഗിൻ ചെയ്ത് നോക്കാം. സ്റ്റേജ് മാനേജർ എന്ത് ചെയ്യുന്നു, സൈൻ ഔട്ട് അടിക്കുന്നു. ലോഗിൻ സ്റ്റേജ് മാനേജർ 1 2 3 ലോഗിൻ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും അല്ലെ ഇവിടെ. ഓക്കെ, ഇവിടെ കോൾ ലെറ്റർ ആഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ അഡ്രസ് കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം സംഭവിക്കാണ്. ഓക്കെ, കോൾ ലെറ്റർ അസൈൻ ആയി. ഓക്കെ, 2 പേർക്ക് കോൾ ലെറ്റർ, 2 പേരേ ഉള്ളൂ. കോൾ ലെറ്റർ അസൈൻ ആയി. ഈ മാർക്ക് ഓൺ സ്റ്റേജ് ഉണ്ട്, അതായത് അവർ സ്റ്റേജിൽ കയറിയില്ല എന്ന് മാർക്കുള്ള ഓപ്ഷനാണ്. സ്റ്റേജിൽ കയറി മാർക്ക് ചെയ്യാം. അപ്പോൾ അവരെ വിളിച്ചാൽ അങ്ങനെ മാർക്കുള്ള ഓപ്ഷനാണ്. സ്റ്റേജിൽ കയറി അങ്ങനത്തെ ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് പിന്നെ എന്ത് നമ്മുടെ സ്റ്റേജ് മാനേജറുടെ റോള്. ഓക്കെ, അപ്പൊ സ്റ്റേജ് മാനേജറൊക്കെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് പറയാതെ പോയിട്ടുണ്ടാവും. ചില ഫീച്ചേഴ്സ് ഫിക്സ് ചെയ്യാനുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും ഇതിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഇത് പിന്നെ ഏകദേശം ഒരു 3 ആഴ്ചയുടെ അധ്വാനമായിരുന്നു. 3 ആഴ്ച പറഞ്ഞ സമയത്ത് ഞാൻ മാത്രമല്ല, പല ആളുകളും ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഈ സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോ ഇൻഷാ അള്ളാ, അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പൊ ഏകദേശം 11:30 സമയമായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിവേ ഇത്രയും സമയം പിന്നെ നമ്മുടെ കൂടെ ഇരുന്നതിൽ വളരെയധികം സന്തോഷം, കൃതജ്ഞതയൊക്കെ രേഖപ്പെടുത്താണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.
ബേസിക് മോഡ്, പ്രോ മോഡ് 2 മോഡുകളാക്കിയാണ്ട് മദ്രസക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തില് ഒരു ചെറുതായിട്ടുള്ളതും ഒരു പ്രോ മോഡ് കോളേജുകൾക്കോ വലിയ ഇവന്റുകൾ നടത്താനുള്ള അങ്ങനെ ഒരു ആക്കാൻ കഴിയുമോ? അതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ഈ സംഗതി എവിടെ വെച്ച് മുറിക്കുന്ന സംഗതി ഉണ്ടല്ലോ. ഏഹ് ഒരു സാധനം എവിടെ വെച്ച് മുറിക്കും? ഉദാഹരണം പറയാം, 2 പീസ് ആക്കിയാലും ചോദിച്ചു. അതാണ് സംഗതി കൃത്യമായിട്ട്. 2 പീസ് എവിടെ വെച്ച് മുറിക്കും? അങ്ങനെ എന്റെ ചോദ്യം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ അപ്പൊ അത് ആ അളവ് പലർക്കും പലതായിരിക്കും. ഉം. പിന്നെ ഇത് ഉപയോഗിക്കാൻ റിസ്ക് ഒന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറയാം, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഒരു മദ്രസയിലോ അല്ലെങ്കിൽ അത്ര ചെറിയ സ്ഥാപനങ്ങൾ ചെറിയ പരിപാടി നടത്താനാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാറ്റഗറി ആഡ് ചെയ്യുക, ഹൗസ് ആഡ് ചെയ്യുക, കുട്ടികളെ ആഡ് ചെയ്യുക, ബസ്. വേറെയുള്ള ഫീച്ചേഴ്സ് ഒന്നും നോക്കണ്ട. ക്യാപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പോയിന്റ് ആഡ് ചെയ്യണം. അത്ര കാര്യം മാത്രം ഉപയോഗിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മൈൻഡ് ചെയ്യണ്ട. അതാണ് പാട്ടിൽ പോയിക്കോളും. ഓക്കെ, ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു നിങ്ങൾ പറഞ്ഞ പോയിന്റ് കൃത്യമാണ്. പക്ഷെ അത് ചോദ്യം ഇതാണ്, എവിടെ വെച്ച് മുറിക്കുന്നതാണ്. ആ മുറിവ്, ആ ഒരു മുറിക്കണ ഭാഗം പ്രധാനമാണ്. അപ്പൊ അത് ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ് വലിയ വിഷയം. ഓക്കെ, നല്ല ചോദ്യമായിരുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, സമയം വൈകിട്ടുണ്ട്, പറയാവുന്നതാണ്. ആർക്കും സംസാരിക്കാനും പറയാനും അഭിപ്രായം ഈ രേഖപ്പെടുത്താനും. ആ ഈ കോഡ് പുതുക്കിയാണ്ടുള്ള കോഡല്ല ഇനി തരിക, പുതിയ യെസ് കോഡ് വരുന്നത്? യെസ് യെസ്. പിന്നെ നമ്മളെ നമ്മുടെ സൈറ്റിന്റെ എക്സ്ട്രാ അത് മുഖാന്തരം തരാനുള്ള പ്ലാനിങ്ങുകൾ നാളെ ഒരു വൈകുന്നേരം രാത്രിയായിട്ട് പ്ലാനിങ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഡ് ഡൗൺലോഡ് ചെയ്യാം. കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫയർ ബേസിൽ സെറ്റ് ചെയ്യാം. ആ ഒരു വീഡിയോ നാളെ ഒരു ഇതുപോലെ ഗൂഗിൾ മീറ്റ് ഉണ്ടാവും. ആ ഗൂഗിൾ മീറ്റ് നമ്മൾ പറയാം എങ്ങനെ ഈ കോഡ് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്നിട്ട് ഇതൊരു ആപ്പായിട്ട് ലൈവായിട്ട് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാന്നുള്ള കാര്യമായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു യൂസ് കേസ് വരിക. അപ്പോൾ രണ്ടും കൂടെ സമയം ഇല്ലാത്തതാണ് നമ്മൾ ഇത് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കോഡും കിട്ടും, അതുപോലെ തന്നെ ആ കാര്യം നമുക്ക് നാളെ കവർ ചെയ്യാവുന്നതാണ്. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഉസ്താദ് ഉണ്ടെങ്കിൽ നന്ദി പറയുന്നുണ്ടാവും. ഓക്കെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. വോയിസ് ക്ലിയർ, ഒന്നുകൂടെ വോയിസ് ക്ലിയർ ആണല്ലോ. ഇതില് ആദ്യം നന്ദി പറയേണ്ടത് ഷാമിൽ സാറിന് തന്നെയാണ്. ഇത്ര എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ നടന്ന് കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് കൂടുതൽ ചെയ്തൊക്കെ ഉസ്താദ് തന്നെയാണ്. പിന്നെ ഇതിന് പിന്നാലെ ഉസ്താദ്മാര്, വേറെ ഉസ്താദ്മാര് ധാരാളം സഹായിച്ചവരുണ്ട്. ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ്മാരുണ്ട്. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ഇതില് ഈ മീറ്റില് ഇത്രത്തോളം ഈ സമയം വരെ ഇതില് ലൈവായി നിന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാണ്. എന്താ ശരിക്ക് ഷാമിസ്ഥാണ് കാര്യങ്ങൾ പറയേണ്ടത്. എന്നാലും അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു ഇതില് അതൊരു മെച്ചം നമുക്ക് മനസ്സിലായി. നമുക്ക് സ്വന്തമായിട്ട് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ ഒന്നാമത് ഫസ്റ്റ് റിസൾട്ട് ആപ്പാണ് ഒന്നാമത് ഫസ്റ്റ് നമുക്ക് പറ്റിയത്. അപ്പോൾ അതിലൂടെ നമുക്കൊന്നുകൂടി എക്സ്പോഷർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു ഇത്. അതിന് നല്ലൊരു നന്ദി ഏതായാലും പറയണം. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു ലാസ്റ്റ് വേർഡായിട്ട് സംസാരിക്കുകയാണ്. ഇതിപ്പോ ഞാനിത് പറയാൻ കാരണം ഇതിലുള്ള ആൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ ഇനി ഒരുപാട് ആളുകൾ റെഫർ ചെയ്യാനുള്ളതുകൊണ്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ ഒരു പിന്നെ എക്സൽ ഗുരുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു എക്സൽ ഫോർ മുഅല്ലിംസ് എന്നുള്ളത്. അതായത് മദ്രസ അധ്യാപകർക്കുള്ള ഒരു എക്സൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ വലിയൊരു കുതിച്ചാട്ടമായിരുന്നു നമ്മുടെ മദ്രസ റിസൾട്ട് ചെയ്യാന്നുള്ളത്. അപ്പം അത് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ സ്ക്രിപ്റ്റും ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ടായിരുന്നു. ആ ഒരു സമയത്ത്
ഒരുപാട് പേര് ഇത് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഞാനും മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പൊ ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത്തരം മദ്രസയിലോ മറ്റോ സ്കൂളിലോ കോളേജുകൾക്ക് ആവശ്യമായുള്ള സൈറ്റുകൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഒരു സൈറ്റ് ലൈവ് ആക്കി കൊടുക്കും. ഓക്കെ, ഒരു ചെക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊടുക്കും. പക്ഷേ നമ്മളത് ഫ്രീ ആക്കുകയും ഫ്രീ ആക്കിയെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു, അത് ചെയ്യാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ പറയാൻ കാരണം നമ്മൾ അടങ്ങുന്ന ഒരുപാട് ആളുകൾ, അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ പല ആളുകളും, പല ഉസ്താദുമാരും പല ആളുകളും ഇത് കാണുകയും ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് അവരുടെ ഡെയിലി നിത്യ ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഉണ്ടാക്കിയത് അവയർനെസ് ആണ്. നിങ്ങൾ പൈസ കൊടുത്ത് ഇത്തരം ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ സർവീസ് കിട്ടുകയാണ്. ആ സർവീസ് നൽകുന്നത് മറ്റൊരാളായിരിക്കും, നമ്മൾ പൈസ കൊടുക്കുന്ന ആളായിരിക്കും. നമ്മളിവിടെ പൈസ ഒന്നും വാങ്ങാത്തതുകൊണ്ട് നമ്മൾ ആർക്കും സർവീസ് കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്, ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് മാറ്റം. അതേ കാര്യം എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പം ഒരു മദ്രസ സെൻട്രിക് ആയിട്ട് മദ്രസക്ക് മാത്രമുള്ള കാര്യമല്ല. ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട് കേരളത്തിൽ നടക്കുന്ന ഏത് ഫെസ്റ്റ്, ഏത് കോളേജ് ആവട്ടെ, ഏത് സ്ഥാപനമാവട്ടെ, അവർക്ക് ഫെസ്റ്റ് നടത്താൻ പറ്റുന്ന ടൂളാണ്, ഫ്രീ ടൂളാണ്. ഈ ടൂള് അവര് സൗജന്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവർ തന്നെ ഇതിന് ഫയർ ബേസ് സെറ്റ് ചെയ്യണം, അവർ തന്നെ കോഡ് ചെയ്യണം. അപ്പൊ ഫയർ ബേസ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചു, അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ നെറ്റ്ലിഫൈ അതുപോലെ റിവേഴ്സിൽ അറിയാത്ത ഒരാള് അതിനെക്കുറിച്ച് അറിയാൻ നിർബന്ധമായി മാറും. അങ്ങനെ അറിയുന്ന സമയത്ത് അവർക്ക് അതിന്റെ മറ്റു സാധ്യതകളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഗോൾ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അറിവുള്ളവൻ അല്ലെങ്കിൽ കുറച്ചൊരു അവയർനെസ് ഉള്ളവനും ഒരു അവയർനെസ് ഇല്ലാത്ത നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഡിഫറൻസ്. ആ ഗ്യാപ്പ് പരമാവധി കുറക്കുക എന്നുള്ളതാണ്. കുറക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈ അവയർനെസ്, അവബോധം ഇല്ലാത്ത ആളുകളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പം അത് എത്തിച്ചു കൊടുക്കാൻ ഉള്ള ഒരു മാർഗങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതല്ലാതെ വേറൊരു ദുരുദ്ദേശവും ഇല്ല എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം നമ്മുടെ ഈ ഒരു നിയത്തുകളൊക്കെ അത് പഠിച്ചുകൊണ്ടെടുത്ത് സ്വീകരിക്കട്ടെ എന്നുള്ളത് ദുആ ചെയ്യാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ള കാര്യം, ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ചൊരു കാര്യമാണ്. ഈ ഒരു സർവീസ് ഇപ്പം നിങ്ങൾക്ക് ഇത് സർവീസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ആളുകളിൽ നിന്ന് സ്വീകരിക്കാവുന്ന ഒരു അതായത് ഒരു പെയ്ഡ് സർവീസ് കൊടുക്കുന്ന ആൾ സ്വീകരിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ സപ്പോർട്ട് കിട്ടും. അതായത് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായത് അത് സോൾവ് ചെയ്യാൻ അവരുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ നമ്മളടുത്ത് വരുന്ന സമയത്ത് അത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയാണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ പൈസ കൊടുക്കുന്ന സപ്പോർട്ടിനാണ്. ആ കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമം, ഈ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾസ് എന്നതാണ്. നമ്മളെ എക്സൽ ഗുരുവിന്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റ് ഫോർ ഓൾ എന്നതാണ്. എല്ലാവർക്കും സ്പ്രെഡ്ഷീറ്റ് പഠിക്കുക, എല്ലാവരും എക്സൽ പഠിക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ഫ്രീ വീഡിയോസും കോഴ്സുകളൊക്കെ ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം, അപ്പം സ്പ്രെഡ്ഷീറ്റ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ട്, അറിവുള്ളവന് ഒരു അവബോധം ഉള്ളവൻ ഇല്ലാത്തവൻ പറഞ്ഞ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് AI റിലേറ്റഡ് ആണ്. ഈ ഒരു AI ബൂം നടക്കുന്ന സമയത്ത് ഈ ഒരു അറിവുള്ള ആളുകള് അതുപോലെ തന്നെ അറിവില്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ AI ബന്ധപ്പെട്ടുള്ള അവയർനെസ്. ആ ഒരു അവയർനെസിന്റെ എക്സലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സൽ ഗുരു ആണ്. നമ്മൾ എക്സൽ ഗുരുവിൽ നിന്ന് AI ബന്ധപ്പെട്ട ഇത്തരം ഡാറ്റ അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നമ്മൾ കവർ ചെയ്തുകൊണ്ട് അത്തരം ഒരു ഗ്യാപ്പ് ഉള്ളിടത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും നമ്മൾ നൽകുന്ന ഒരു സർവീസ് ആണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയൊരു സേവനം എക്സൽ ഫോർ വാല്യൂസ്. അത് പ്രത്യേകം ഒന്നും പരാമർശിക്കാൻ അവസാനമായിട്ട് ഞാനത് പറയാൻ കാരണം ഇതൊരു എല്ലാ കാലത്തും കൂടുതൽ വീഡിയോ ആയതുകൊണ്ടാണ്. എക്സൽ ഫോർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗമാണ് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്കൂളിനെ പോലെ റണ്ണിംഗ് ആണ്. എന്നാൽ അതേ സ്ഥലത്ത് അവിടെ പലപ്പോഴും ട്രെയിനിങ്ങിന്റെയും അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ എക്സ്പോഷറിന്റെ അഭാവമുണ്ട്. ആ അഭാവം ഫില്ല് ചെയ്യുകയും അവിടെ കുറച്ചുകൂടെ അവരുടെ ജോലി ഭാരം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എക്സൽ ഫോർ വാല്യൂസ് എന്നുള്ളത്. അതേപോലെ തന്നെ അത്തരം സമൂഹത്തിന്റെ അത്തരം സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഭാഗങ്ങളിലേക്ക് നമ്മുടെ എക്സൽ ഗുരു
സേവന സന്നദ്ധമാണ്. ഇത് യാതൊരുവിധ മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സേവനമല്ല എന്ന് അവസാനമായിട്ട് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിന്റെ ഉദ്യമത്തിന്റെ ഭാഗമായിട്ടുള്ള, അപ്പോൾ ഞാൻ മാത്രമല്ല, സ്വാഭാവികമായിട്ട് എനിക്ക് ഒറ്റക്ക് നടക്കുന്ന കാര്യങ്ങളല്ല, ഇതിന് ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ സപ്പോർട്ട്, സഹകരണം, അതുപോലെ തന്നെ ഈ ഒരു ഇത്ര വൈകിയ വേളയിലും ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യത്തെയും പ്രശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സർവശക്തൻ അർഹമായിട്ടുള്ള പ്രതിഫലവും അനുഗ്രഹമൊക്കെ നൽകട്ടെ, വർഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.